ഹായ്, വെൽക്കം ടു എഡ്യൂഫിക്സ് ഓൺലൈൻ അക്കാദമി. ഞാൻ ലെമിയ. ഞാൻ നിങ്ങൾക്ക് PSOE 143 എന്നുള്ള യൂണിറ്റ് പേപ്പർ എടുക്കുന്നത്. ഈ പേപ്പർ എൻവയോൺമെന്റൽ സോഷ്യോളജി ആണ് ഈ പേപ്പർ വരുന്നത്. സോ ഈ പേപ്പർ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന പേപ്പറാണ്, പേപ്പറിൽ വരുന്നതാണ്. എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻവയോൺമെന്റൽ സോഷ്യോളജി എന്താണ്, അതെങ്ങനെയാണ് സോഷ്യോളജിയിലേക്ക് ഒരു സബ് ഫീൽഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതിന് യൂസ് ചെയ്തിട്ടുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ്, ഇന്ത്യയിൽ അതിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 4 ബ്ലോക്കുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള എൻവിഷനിങ് എൻവയോൺമെന്റൽ സോഷ്യോളജിയും അതിൽ 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിന്റെ സ്കോപ്പുകളും പിന്നെ റിയലിസ്റ്റിക് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റുകളും ഈ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ബ്ലോക്കിൽ മെയിൻ ആയിട്ട് അപ്രോച്ചുകളാണ് പഠിക്കുന്നത്. സോഷ്യൽ എക്കോളജി, ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ, എക്കോളജിക്കൽ മോഡേണൈസേഷൻ, റിസ്ക്, എക്കോ ഫെമിനിസം, പൊളിറ്റിക്കൽ എക്കോളജി, ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ പഠിക്കുന്നത്. അതൊക്കെ അപ്രോച്ചസ് ആണ്. ദെൻ തേർഡ് ബ്ലോക്ക് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, അതിൽ ഈ യൂണിറ്റ് 10 ആയിട്ടുള്ള ആന്ത്രോപോസീൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ, എൻവയോൺമെന്റൽ പോളിസി ഇന്ത്യയിലുള്ള. തുടർന്ന് ഫോർത്ത് ബ്ലോക്കും എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യയാണ് പഠിക്കുന്നത്. മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റും വാട്ടർ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റും ലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റും, ഈ 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 4 ബ്ലോക്കുകളിലായിട്ട് ടോട്ടൽ 15 യൂണിറ്റ് ആണ് ഈ ഒരു പേപ്പറിലുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് യൂണിറ്റിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ വന്നിട്ടുള്ളത് എൻവിഷനിങ് എൻവയോൺമെന്റൽ സോഷ്യോളജി ആണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് സ്കോപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ സോഷ്യോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. സോ നമുക്ക് യൂണിറ്റിലേക്ക് പോവാം. അപ്പം എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അല്ലെ, 2 വേർഡ് കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അത് ഏതൊക്കെ വേർഡ്സ് ആണ്? എൻവയോൺമെന്റും ഉണ്ട്, അതുപോലെ സോഷ്യോളജി. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ എലമെന്റ്സ് എസെൻഷ്യൽ ഫോർ ലൈഫ് ഓൺ എർത്ത്, അല്ലെ? ഹ്യൂമൻസ്, അതർ ലിവിങ് ബീയിങ്സ്, ലാൻഡ്, വാട്ടർ, എയർ, ഇതൊക്കെ നമ്മുടെ എൻവയോൺമെന്റിൽ ഇൻക്ലൂഡ് ആണ്, അല്ലെ? നമ്മുടെ ഭൂമി, അല്ലെ? ഭൂമിയില് മനുഷ്യരും അതുപോലെയുള്ള ബാക്കിയുള്ള ജീവജാലങ്ങളും, മറ്റു ജീവജാലങ്ങള്, അതുപോലെ ഭൂമിയിലെ വെള്ളം, വായു, ഇങ്ങനെ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, ജീവൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് മാത്രമല്ല എല്ലാ ലിവിങ് ഓർഗാനിസംസിനും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഉള്ള, അല്ലെങ്കിൽ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും ഉള്ള ഉൾപ്പെടുന്ന ഒന്നാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞാലോ, ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡ്സ് പീപ്പിൾ, ഗ്രൂപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്ററാക്ഷൻ. സോഷ്യോളജി എന്ന് പറഞ്ഞത് ആളുകളെ കുറിച്ചും ഓരോ ഗ്രൂപ്പുകളെ കുറിച്ചും അവരുടെ ഇന്ററാക്ഷൻസ്, ഇടപെടലുകളെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഉൾപ്പെട്ട ഒരു ചിട്ടയായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻവയോൺമെന്റിന്റെയും അതുപോലെ സോഷ്യോളജിയുടെയും ഡെഫിനിഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മളിപ്പം എൻവയോൺമെന്റൽ സോഷ്യോളജി ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് എൻവയോൺമെന്റ് എന്താണ്, സോഷ്യോളജി എന്താന്ന് പറഞ്ഞു. എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയോൺമെന്റ്. എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസിന്റെയും അതുപോലെ അവരുടെ ഫിസിക്കൽ ആയിട്ട് വരുന്ന, അവരുടെ ഭൗതികപരമായിട്ട് വരുന്ന ചുറ്റുപാടുകളും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻസിനെ, ആ ഒരു റിലേഷൻഷിപ്പിനെ, ആ ഒരു ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ എൻവയോൺമെന്റൽ സോഷ്യോളജി കേട്ടോ. അക്കോർഡിംഗ് ടു ആർ ഡൺലാപ്പ് ആൻഡ് കാർട്ടൺ, ഓക്കെ, ഡൺലാപ്പും കാർട്ടണും എക്സാമിൻ ചെയ്തിട്ടുണ്ട് സൊസൈറ്റിയിൽ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ്, സാമൂഹിക പരിസ്ഥിതി
വിരുദ്ധമായിട്ട് വരുന്ന ഇടപെടലുകളെ കുറിച്ച് അവര് എക്സാമിൻ ചെയ്തിട്ടുണ്ട്. ഈ ഇന്ററാക്ഷൻസ് ഒക്കെ എന്താണ്? റെസിപ്രോക്കൽ ആണ്. ഓക്കെ, പരസ്പര വിരുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. മീനിങ് ദാറ്റ് സൊസൈറ്റി ആൻഡ് ദി എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. വെച്ചാൽ റെസിപ്രോക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹവും സൊസൈറ്റിയും അതുപോലെ എൻവയോൺമെന്റ് പരിസ്ഥിതിയും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ദീസ് ഇന്ററാക്ഷൻസ് ഓൾസോ റിസൾട്ട് ഇൻ എൻവയോൺമെന്റൽ കൺസേൺസ്. എന്നാലും ഈ ഇന്ററാക്ഷൻസ്, ഇങ്ങനെ വരുന്ന ഇടപെടലുകളൊക്കെ ചില എൻവയോൺമെന്റൽ കൺസേൺസിന് കാരണമാകുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള കൺസേൺസിനാണ് കാരണമാകുന്നത്? ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിന് അത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ സോയിൽ ഡിഗ്രഡേഷൻ, മണ്ണ് നശീകരിക്കാനുള്ള കാരണമാവുന്നുണ്ട്. ഡിക്ലൈനിങ് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിൽ കുറവ് വരാൻ കാരണമാവുന്നുണ്ട്. ഓസോൺ ലെയർ ഡിപ്ലേഷൻ, ഓസോൺ പാളിയിലുള്ള ശോഷണത്തിന് കാരണമാവുന്നുണ്ട്. സോളിഡ് വേസ്റ്റ് അക്യുമുലേഷൻ, ഖരമാലിന്യത്തിന്റെ ശേഖരണത്തിന് കാരണമാവുന്നുണ്ട്. പൊല്യൂഷൻ, പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് മലിനീകരണം വരുന്നത്? എയറിലും വാട്ടറിലും ലാൻഡിലും നോയ്സിലും മുതലായവ ഒക്കെ എന്താണ് പൊല്യൂഷൻ വരുന്നത്. ആസിഡ് റെയിനിന് കാരണമാകുന്നുണ്ട്. വാട്ടർ സ്കാസിറ്റി, ജലക്ഷാമത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള ഇന്ററാക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എൻവയോൺമെന്റും സൊസൈറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇന്ററാക്ഷൻ കാരണം എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചില കൺസേൺസ്, പ്രശ്നങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ തുടർന്നുള്ള യൂണിറ്റുകളിലൊക്കെ നമ്മൾ ഈ ഒരു കൺസേൺസിനെയും ഇവരുടെ ഇഷ്യൂസിനെയും ഒക്കെ കുറിച്ച് തന്നെയാണ് കേട്ടോ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് വരാം. എമർജൻസ് ഓഫ് എൻവയോൺമെന്റൽ സോഷ്യോളജി. എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ എമർജൻസി ഒരു എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പം ഏർലി എൻവയോൺമെന്റൽ തോട്ട്സ്, ആദ്യകാലങ്ങളിലൊക്കെയുള്ള പാരിസ്ഥിതികപരമായിട്ടുള്ള ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജി ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫീൽഡ് ആയിട്ട് വളർന്നു വരുന്നതിനൊക്കെ മുമ്പ് എൻവയോൺമെന്റൽ കൺസേൺസ് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസർവേഷനിസ്റ്റുകളും അതുപോലെ പ്രിസർവേഷനിസ്റ്റുകളൊക്കെ ആയിരുന്നു. ഓക്കെ, ഈ കൺസർവേഷനിസ്റ്റുകൾ ജോർജ് പെർക്കിൻസ് മാർഷനെയും അതുപോലെ നിഫോർഡ് പിൻഷോട്ട്, ആൽഡോ ലിയോപോൾഡ് ഇവരെ പോലുള്ള ആളുകളൊക്കെ എന്താണ് സ്ട്രെസ്ഡ് ദ ഫ്രജിലിറ്റി ഓഫ് ദി ബയോസ്ഫിയർ. ഇവരൊക്കെ മെയിൻ ആയിട്ട് ബയോസ്ഫിയറിന്റെ ലൈക്ക് ഈ ഒരു നമ്മുടെ സംരക്ഷിക്കേണ്ട ജൈവമണ്ഡലത്തിലൊക്കെയുള്ള എങ്ങനെയൊക്കെയാണ് ദുർബലത വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബയോസ്ഫിയറിനെ കുറിച്ചായിരുന്നു അവർ സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺസർവേഷനിസ്റ്റുകൾ. പ്രിസർവേഷനിസ്റ്റുകൾ ആവട്ടെ ജോൺ മോയറിനെയും അതുപോലെ റോബർട്ട് മാർഷലിനെയും പോലുള്ള പ്രിസർവേഷനിസ്റ്റുകൾ അഡ്വക്കേറ്റഡ് ഫോർ പ്രൊട്ടക്ടിങ് ഇക്കോസിസ്റ്റം ഫ്രം ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ. മനുഷ്യര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനായിരുന്നു പ്രിസർവേഷനിസ്റ്റുകൾ. പ്രിസർവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ നമ്മൾ എത്രത്തോളം കൺസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്, ആവാസ വ്യവസ്ഥയെ കൺസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആണ് ഏർലി എൻവയോൺമെന്റൽ തോട്ടിൽ വരുന്നത്. ഓക്കെ, ദെൻ പിന്നീട് വരുന്നത് ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഈ ഒരു വ്യവസായവൽക്കരണത്തിന്റെ ആഘാതം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? വേൾഡ് വാർ II ശേഷം നമുക്കറിയാലേ റാപ്പിഡ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ പെട്ടെന്നുണ്ടായ ഒരു വ്യവസായികവൽക്കരണമൊക്കെ ആയിരുന്നു. ഇതെന്താണ്? ലെഡ് ടു മാസീവ് എൻവയോൺമെന്റൽ ഡാമേജ് ത്രൂ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ. നമ്മുടെ ഈ ഒരു വ്യാവസായിക സംരംഭങ്ങളൊക്കെ പെട്ടെന്ന് വളർന്നു വന്നപ്പം, വ്യവസായവൽക്കരണം പെട്ടെന്ന് വന്നപ്പം നമ്മുടെ മാലിന്യങ്ങൾ കൂടാനും പാരിസ്ഥിതികമായിട്ടുള്ള നാശത്തിലേക്ക് അത് നയിക്കാനും നമ്മൾ ഓവറായിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങി. ഇത് പരിസ്ഥിതിക്ക് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കി. വേസ്റ്റ് ഡിസ്പോസൽ കൂട്ടുകയുള്ളൂ. അതെങ്ങനെ നമ്മൾക്ക് മാനേജ് ചെയ്ത് പോവാന്നുള്ളതൊന്നും അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല വേൾഡ് വാർ II ശേഷം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ദിസ് പ്രോംപ്റ്റഡ് ദ എമർജൻസ് ഓഫ് എൻവയോൺമെന്റൽ സോഷ്യോളജി ആസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ. ഇത് എന്താണ്? എൻവയോൺമെന്റൽ സോഷ്യോളജിയെ
ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ആയിട്ട് മാറാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എമർജൻസിന് കാരണമായി. ഓക്കെ, ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയത്. ഓക്കെ, ഇപ്പം എൻവയോൺമെന്റൽ സോഷ്യോളജിയില് പ്രധാനപ്പെട്ട കീ ലാൻഡ്മാർക്സ്, പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്ന് പറയുന്നത് the term environmental sociology was coined by സാമുവൽ ക്ലോസ്നർ. അപ്പം സാമുവൽ ക്ലോസ്നർ ആണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. ഇൻ ഓൾ മാൻ ഇൻ ഈസ് എൻവയോൺമെന്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ 1971 ബുക്കിലായിരുന്നു അദ്ദേഹം ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ, സാമുവൽ ക്ലോസ്നർ. Then 22nd April 1917, first Earth Day, marking the modern environmental movement. ഏപ്രിൽ 22, 1970 ആധുനികമായിട്ടുള്ള മോഡേൺ മൂവ്മെന്റ്, പരിസ്ഥിതി പ്രസ്ഥാനത്തിനെ അടയാളപ്പെടുത്തുന്ന ആദ്യ എർത്ത് ഡേ മീൻസ് ഭൗമദിനമായിട്ട് ആചരിക്കേണ്ടായി. 1970s റെക്കഗ്നൈസ്ഡ് ആസ് ദ എൻവയോൺമെന്റൽ ഡീക്കേഡ്സ്, പാരിസ്ഥിതിക ഡിക്കേഡായിട്ട് കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു 1970s കാലഘട്ടത്തിലാണ് അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ സൈലന്റ് സ്പ്രിംഗ് 1962 by Rachel Carson exposed the damage caused by pesticides like DDT, leading to policy changes and the creation of the US Environmental Protection Agency. അപ്പം റേച്ചൽ കാസന് അവര് എഴുതിയ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ അവരുടെ കൃതിയില് മീൻസ് അവരുടെ ഈ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന പെസ്റ്റിസൈഡ്സ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും നാശത്തെ കുറിച്ചൊക്കെ അവർ തുറന്നു കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് US പരിസ്ഥിതി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA സൃഷ്ടിക്കുന്നതിലേക്കൊക്കെ ആ ഒരു നയപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്കൊക്കെ കാരണമായി. ഓക്കെ, then development of environmental sociology in US-ലുള്ള environmental sociologyയുടെ വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്. ബിഫോർ ദി 1970s മുമ്പ് അമേരിക്കൻ എൻവയോൺമെന്റൽ കൺസേൺസ് were limited to rural sociology. 1970-കൾക്കൊക്കെ മുമ്പ് അമേരിക്കയില് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ആശങ്കകളൊക്കെ ഈ ഒരു റൂറൽ ആയിട്ടാണ്, മീൻസ് റൂറൽ സോഷ്യോളജി ആയിട്ടാണ്, ഗ്രാമീണമായിട്ടുള്ള സാമൂഹ്യശാസ്ത്രപരമായിട്ട് മാത്രമാണ് അന്ന് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം കമ്മ്യൂണിറ്റീസ് ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഫോർ ദയർ ലിവ്ലിഹുഡ്, അല്ലെ, ഉപജീവനത്തിനായിട്ട് പ്രകൃതി ആശ്രയിക്കുന്ന സമൂഹങ്ങളും വൈൽഡർനെസ് ഏരിയാസ്, നാഷണൽ പാർക്ക്, കൺസർവേഷൻ സൈറ്റ്, വന്യ പ്രദേശങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം US വന്നിട്ടുണ്ടായിരുന്ന 1970s കാലഘട്ടത്തിലെ എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ ഒരു വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്. ദെൻ എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ദെയർ ഇമ്പാക്ട്. ഓക്കെ, ലവ് കാനൽ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട് 1970 US. അതുപോലെ ലൊക്കേഷൻ, ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലവ് കനാൽ നയാഗ്ര ഫോൾസ് ന്യൂയോർക്കിലാണ്. ദെൻ അത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ദ ഹുക്കർ കെമിക്കൽ കമ്പനി ഡംപ്ഡ് ഹസാർഡിയസ് കെമിക്കൽ വേസ്റ്റ് ഇൻ ടു ലാൻഡ്. ഈ ഒരു ഹുക്കർ കെമിക്കൽ കമ്പനി അപകടകരമായിട്ടുള്ള കെമിക്കൽ വേസ്റ്റുകൾ, രാസമാലിന്യങ്ങളൊക്കെ ഈ ലാൻഡ് ഫില്ലിലേക്ക് വലിച്ചെറിയുകയും പിന്നീട് അത് എന്താണ് റെസിഡൻഷ്യൽ ഹൗസിംഗ് ആയിട്ട് മാറ്റുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിന്റെ കോൺസിക്വൻസസ്, അനന്തര ഫലങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ ഒരു ടോക്സിക് കെമിക്കൽസ്, ഈ ഒരു വിഷാംശം കലർന്ന രാസവസ്തുക്കളൊക്കെ ആണല്ലോ അല്ലെ, അപ്പൊ ഇത് വീടുകളിലേക്കും അതുപോലെ എന്താണ് ഈ ബാക്ക് യാർഡ്സിലേക്കൊക്കെ, പുരയിടങ്ങളിലേക്കൊക്കെ ഇരച്ചു കയറുന്ന കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഈ ഒരു ലവ് കനാൽ ഡിസാസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതില് ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ ഹൈ വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് ആണ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ലുക്കിയമയ പോലുള്ള അസുഖങ്ങളിലേക്ക് കാരണമാവുകയും അതുപോലെ ക്രോമസോമൽ ഡാമേജ്, 33% ആളുകൾക്ക് ക്രോമസോമൽ ഡാമേജ് ഉണ്ടാക്കുകയും ഇതിപ്പം രക്താർബുദമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളിലേക്കൊക്കെ അത് ലീഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലവ് കാനൽ ഡിസാസ്റ്റേഴ്സ്. Then declared a federal health emergency by President Jimmy Carter. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടർ ഒരു ഫെഡറൽ ഹെൽത്ത് അടിയന്തരാവസ്ഥ, ഒരു എമർജൻസി അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു.
that led to the Comprehensive Environmental Response, Compensation and Liability Act, also known as the Superfund Act. പിന്നെ സൂപ്പർ ഫണ്ട് ആക്ട് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കോംപ്രഹെൻസീവ് എൻവയോൺമെന്റൽ റെസ്പോൺസും കമ്പൻസേഷൻസും ലിയാബിലിറ്റി ആക്ടുകളും ഒക്കെ എന്താ നഷ്ടപരിഹാരങ്ങളും അതുപോലെ ബാധ്യതാ നിയമങ്ങളും ഒക്കെ അവർക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ലവ് കനാൽ ഡിസാസ്റ്റർ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെന്റൽ ആക്ടിവിസം ഇൻ യൂറോപ്പ് ആണ്. യൂറോപ്പിലുള്ള എൻവയോൺമെന്റൽ ആക്ടിവിസത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു യൂറോപ്പില് ഈ ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള വരുന്ന പ്രശ്നങ്ങൾ മെയിൻ ആയിട്ട് ഇഷ്യൂസ് വന്നിട്ടുള്ളത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ നിന്നും ഗ്രീൻ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നുമാണ്. ഓക്കെ, അപ്പം എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് യൂറോപ്പിൽ വന്നിട്ടുള്ളത് ബ്രിട്ടനില് initially theoretical, linking classical sociology to nature-society interactions. However, the 1980s saw empirical research growth due to global environmental change program. തുടക്കത്തിലൊക്കെ തിയററ്റിക്കൽ ആയിട്ടും അതുപോലെ ഒരു ക്ലാസിക്കൽ സോഷ്യോളജിയും അതുപോലെ നേച്ചർ സൊസൈറ്റിയുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഗ്ലോബൽ എൻവയോൺമെന്റൽ ചേഞ്ച് പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ട് 1980കളില് ഒരു ചില റിസർച്ച് ഗ്രോത്ത് ഒക്കെ ഉണ്ടായി, എംപിരിക്കൽ ആയിട്ട് റിസർച്ച് ഗ്രോത്തുകളൊക്കെ ഉണ്ടായി. ദെൻ നെതർലാൻഡില് ആണെങ്കിൽ റിസർച്ചുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചർ റിസ്ക് അസസ്മെന്റിന്, എസ്പെഷ്യലി ഫ്ലഡുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ 26% ഡച്ച് ഭൂമികൾ, സമുദ്രനിരപ്പിന് താഴെയായിട്ടുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നെതർലാൻഡ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെതർലാൻഡ്സ് കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഏത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വന്നിട്ടുള്ള എൻവയോൺമെന്റലിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഏഷ്യയെ കുറിച്ചാണ് പറയുന്നത്. ഏഷ്യയിലുള്ള ഗ്രോത്ത്, എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ജപ്പാനിനെ കുറിച്ചാണ്. ജപ്പാനിൽ എന്താണ് റിസർച്ച് ബിഗാൻ ഇൻ 1950s. 1950കളിലാണ്, 50കൾക്ക് ശേഷമാണ് ഈ ഒരു റിസർച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മിനവാത ഡിസീസ് ഔട്ട്ബ്രേക്കിന് ശേഷമാണ് ഇവര് ഈ ഒരു മിനമാറ്റ രോഗം ആ ഒരു ഇതിന് ശേഷം, ഔട്ട്ബ്രേക്കിന് ശേഷമാണ് ഈ ഒരു മെർക്കുറി പോയിസണിങ്ങിന്, അതിന്റെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, വ്യാവസായിക മാലിന്യത്തിൽ നിന്നുണ്ടാവുന്ന മെർക്കുറി എങ്ങനെ പോയിസണിങ് ആയിട്ട് വരുന്നു എന്നതിനെ കുറിച്ചാണ് ഇവർ ജപ്പാൻ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് 1980കളിൽ കേട്ടോ. The Japanese Association for Environmental Sociology was established in 1992. 1992ലാണ് ജപ്പാനീസ് അസോസിയേഷൻ ഫോർ എൻവയോൺമെന്റൽ സോഷ്യോളജി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം അതാണ് ജപ്പാനിലുള്ളത്. നെക്സ്റ്റ് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയിലെ എൻവയോൺമെന്റൽ സോഷ്യോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1990കളുടെ തുടക്കത്തിലാണ്, ഏർലി 1990s. The Korean Association for Environmental Sociology was established in 2000. അതുപോലെ എൻവയോൺമെന്റൽ സോഷ്യോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊറിയൻ അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2000ലാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റലൈസേഷൻ ഓഫ് സൊസൈറ്റി, എൻവയോൺമെന്റ് ആൻഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഈ ഒരു സൊസൈറ്റിയും അതുപോലെ എൻവയോൺമെന്റും ആയിട്ടുള്ള ഒരു ആശയം എന്താണെന്നുള്ളതാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ് റെഫേഴ്സ് ടു ദ ways in which human actions influence the environment and in turn how the environment influences human society. ഈ ഒരു സമൂഹവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പരിസ്ഥിതിയെ സാമൂഹിക രീതികൾ സൂചിപ്പിക്കുന്നത്, പരിസ്ഥിതി എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹ്യൂമൻ ആക്ഷൻ എങ്ങനെയാണ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നും എൻവയോൺമെന്റ് എങ്ങനെയാണ് ഹ്യൂമൻ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് ആൻഡ് ആക്റ്റഡ് അപ്പോൺ ബേസ്ഡ് ഓൺ കൾച്ചറൽ, എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റൽ ഇംപറാറ്റീവ്സ് ആണ്. സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും വികസനപരവുമായിട്ടുള്ള ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ ഇന്ററാക്ഷൻസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം the significance of this relationship എന്ന് പറയുന്നത് എന്താണ്, lies in fact that
ബയോഫിസിക്കൽ എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ സർവൈവൽ. മനുഷ്യ നിലനിൽപ്പിന് ബയോഫിസിക്കൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു അന്തരീക്ഷം അനിവാര്യമാണെന്നുള്ളതാണ് ഈ ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ, റിലേഷൻഷിപ്പുകളൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പം ഈ റിലേഷൻഷിപ്സ് എന്താണ്? അണ്ടർഗോസ് കണ്ടിന്യൂസ് ചേഞ്ച് ഡ്യൂ ടു ഡെവലപ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ. ഈ ഒരു ഡെവലപ്മെന്റ്, ഒരുപാട് വികസനങ്ങളും അതുപോലെ മോഡേണൈസേഷൻ, നവീകരണങ്ങളും ഒക്കെ വരുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് കൺസെപ്റ്റലൈസേഷൻ ഓഫ് സൊസൈറ്റി, എൻവയോൺമെന്റ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ അണ്ടറിൽ വരുന്ന ചില സബ് ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പം ഇതിൽ അണ്ടറിൽ വരുന്നതാണ് ഹ്യൂമൻ എക്കോളജി മോഡൽ ആണ് ഫസ്റ്റ്. ഹ്യൂമൻ എക്കോളജി മോഡൽ എന്ന് പറഞ്ഞത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രൊപ്പോസ്ഡ് ബൈ റോബർട്ട് ഇ പാർക്ക് ഇൻ 1920s. 1920 റോബർട്ട് ഇ പാർക്ക് ആണ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ബൊറോഡ് പ്രിൻസിപ്പിൾ ഫ്രം ചാൾസ് ഡാർവിൻ ആൻഡ് അതർ നേച്ചുറലിസ്റ്റുകളാണ്. ചാൾസ് ഡാർവിൻസിൽ നിന്നും അതുപോലെ ബാക്കിയുള്ള നേച്ചുറലിസ്റ്റുകളിൽ നിന്നൊക്കെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ബൊറോ ചെയ്തിട്ടുള്ളത്, അത് എടുത്തിട്ടുള്ളത്. ഇത് ഹ്യൂമൻ എക്കോളജി മോഡൽ ഫോക്കസ് ചെയ്യണത് മെയിൻ ആയിട്ട് ഇന്ററാക്ഷൻ ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ഇന്ററാക്ഷനും അതുപോലെ ഇന്റർ ഡിപ്പെൻഡൻസും ആണ്. ഹ്യൂമൻ അതുപോലെ ഇപ്പൊ മനുഷ്യനും അവരുടെ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനും അതിന് എങ്ങനെയാണ്, ഇന്റർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതുപോലെ അതെങ്ങനെയാണ് ഇന്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. സിമിലർ ടു ദ റിലേഷൻഷിപ്പ് ഫൗണ്ട് ഇൻ നേച്ചർ. ഓക്കെ, നമ്മൾ ഈ ഒരു നേച്ചറിൽ കാണുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ പോലെ കേട്ടോ. അപ്പൊ അതിന്റെ കീ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് വെബ് ഓഫ് ലൈഫ് ആണ്. വെബ് ഓഫ് ലൈഫ് അല്ലെ, വെബ് ഓഫ് ലൈഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഓർഗാനിസംസ് ഇൻ നേച്ചർ ത്രൂ ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ആൻഡ് ന്യൂട്രിയൻസ് ഫോമിംഗ് എ ബയോട്ടിക് ബാലൻസ്, എക്കോളജിക്കൽ ബാലൻസ് അല്ലെ. ഈ ഒരു എനർജി, ഊർജം അല്ലെ, എനർജിയും അതുപോലെ ന്യൂട്രിയൻസും ഒക്കെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ പ്രകൃതിയില് അതുപോലെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ജീവജാലങ്ങളും എങ്ങനെയാണ് പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് ഫോമിങ് എ ബയോട്ടിക് ബാലൻസ് എങ്ങനെ വരുന്നു, ഒരു എക്കോളജിക്കൽ ബാലൻസ് വരുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്റർ കണക്ട്നെസ് ഓഫ് ഓർഗാനിസംസ് ഇൻ നേച്ചർ ത്രൂ ട്രാൻസ്ഫർ ഓഫ് എനർജി ആൻഡ് ന്യൂട്രിയൻസ് ആണ്. This concept is applied to human society, where societal equilibrium is achieved through cooperation and division of labor. ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഹ്യൂമൻ സൊസൈറ്റി, ഈ രാഷ്ട്രീയം മനുഷ്യ സമൂഹത്തിനൊക്കെ ബാധകമാണ്. അവിടെ എന്താണ് സോഷ്യൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യണത്, എന്തിലൂടെയാണ് നമ്മളൊക്കെ സോഷ്യൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യണത്? ത്രൂ കോപ്പറേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ. കോപ്പറേഷനിലൂടെ, സഹകരണത്തിലൂടെയും ഡിവിഷൻ ഓഫ് ലേബറിലൂടെയാണ്, ഒരു തൊഴിൽ വിഭജനത്തിലൂടെയാണ് നമ്മളൊക്കെ ഒരു സോഷ്യൽ ഇക്വിലിബ്രിയം, സാമൂഹിക സന്തുലിതാവസ്ഥയൊക്കെ കൈവരിക്കുന്നത്. അപ്പം വെബ് ഓഫ് ലൈഫ് പറയുന്നത് ഈ ഓർഗാനിസംസ് എങ്ങനെയാണ് നേച്ചറുമായിട്ട് ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എനർജിയും ന്യൂട്രിയൻസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഒരു ബയോട്ടിക് ബാലൻസ് അവരെങ്ങനെ വരുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹ്യൂമൻ സൊസൈറ്റിയിൽ ഈ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്നത് കോർപ്പറേഷനിലൂടെയും ഡിവിഷൻ ഓഫ് ലേബറിലൂടെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഇതിൽ വരുന്നത് കോമ്പറ്റീഷൻ ആൻഡ് സ്ട്രഗിൾ ഫോർ സർവൈവൽ ആണ്. ഈ ഒരു ഹ്യൂമൻ എക്കോളജി മോഡലിന്റെ ഭാഗമായിട്ട് വരുന്ന കോമ്പറ്റീഷൻ ആൻഡ് സ്ട്രഗിൾ ഫോർ സർവൈവൽ ആണ്. അപ്പം നേച്ചറിൽ എങ്ങനെയാണ് ഓർഗാനിസംസ് കോമ്പീറ്റ് ഫോർ റിസോഴ്സസ് ലീഡിങ് ടു ഡിസ്ട്രപ്ഷൻ ഇൻ എക്കോളജിക്കൽ ബാലൻസ്. പ്രകൃതിയിൽ എന്താണ് ജീവികളൊക്കെ, ഓർഗാനിസംസ് ഒക്കെ കോമ്പീറ്റ് ചെയ്യാണല്ലേ ഓരോരോ റിസോഴ്സസിന് വേണ്ടിയിട്ട്, അവരുടെ വിഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവര് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് എക്കോളജിക്കൽ ബാലൻസിനെ, പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ ഡിസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്, തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കോമ്പീറ്റ് നമ്മളിപ്പം എല്ലാ ജീവജാലങ്ങളാണെങ്കിലും റിസോഴ്സസിനെ കോമ്പീറ്റ് ചെയ്യുമ്പം ഇവിടെ എക്കോളജിക്കൽ ബാലൻസ് ഡിസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയിൽ
factors such as famine, disaster, war, urbanization, and industrial pollution cause disruption. Okay, ഇപ്പം നമ്മള് നേച്ചറിൽ നിന്നിട്ട് റിസോഴ്സസ് എടുക്കുമ്പം നമുക്ക് ഓരോരുത്തർക്കും റിസോഴ്സസ് കുറയുകയും അത് ഡിസ്റപ്ഷന് കാരണമാകും. ഹ്യൂമൻ സൊസൈറ്റിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിലോ ഇപ്പം നമുക്ക് ക്ഷാമങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ, യുദ്ധം, അല്ലെങ്കിൽ അർബണൈസേഷൻ, നഗരവൽക്കരണം, വ്യാവസായിക മലിനീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഹ്യൂമൻ സൊസൈറ്റിയിലും എന്താണ് ഈ ഒരു ഡിസ്ട്രപ്ഷൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്, ഈ ഒരു സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. However, survivors adapt by finding their niche in the physical or social environment, restoring equilibrium through division of labor. എന്നിരുന്നാലും എന്താണ് ഇതിലൊക്കെ അതിജീവിക്കുന്നവര് ശാരീരികമായിട്ടോ സാമൂഹികമായിട്ടായുള്ള അന്തരീക്ഷത്തിലൂടെ അവരുടെ ഒരു ഇടങ്ങൾ നിശ്വസൊക്കെ കണ്ടെത്തി തൊഴിൽ വിഭജനത്തിലൂടെയൊക്കെ ഒരു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനൊക്കെ അവര് പൊരുത്തപ്പെടുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഹ്യൂമൻ എക്കോളജിക്കൽ മോഡലിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മള് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹ്യൂമൻ എക്കോളജി ആൻഡ് ബയോഫിസിക്കൽ എക്കോളജി ആണ് കേട്ടോ പറയുന്നത്. ഹ്യൂമൻ എക്കോളജിന്റെയും ബയോഫിസിക്കൽ എക്കോളജിയുടെയും ഒരു ഡിഫറൻസസ് ആണ് പറയുന്നത്. അപ്പോ പാർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട് ബയോട്ടിക്കും അതുപോലെ കൾച്ചറൽ ലെവൽസും ഒക്കെ ഹ്യൂമൻ സൊസൈറ്റിയുടെ എങ്ങനെയായിട്ടാണ്. വൈൽ ദി നേച്ചുറൽ എൻവയോൺമെന്റ് ഈസ് സ്ട്രക്ചേർഡ് അറ്റ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ലെവൽസ്. എങ്ങനെ പറയണത്, പ്രകൃതിയിലുള്ള വിഭവങ്ങളൊക്കെ ബയോട്ടിക് ആയിട്ടും അതുപോലെ ഈ ഒരു അബയോട്ടിക് ആയിട്ടുള്ള ലെവലുകളിലാണ് പ്രകൃതിയിൽ വിഭവങ്ങളൊക്കെ ഉള്ളതായിട്ടാണ്, അങ്ങനെയാണ് നിൽക്കുന്നത് എന്നാണ് പാർക്ക് പറയുന്നത്. അപ്പം കൾച്ചറുകളൊക്കെ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഹ്യൂമൻ സൊസൈറ്റി, ലീഡിങ് ടു ഹ്യൂമൻ മാസ്റ്ററി ഓവർ നേച്ചർ ആൻഡ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. മനുഷ്യ സമൂഹത്തില് ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രകൃതിയും അതുപോലെ അതിലൂടെ വരുന്ന പാരിസ്ഥിതികമായിട്ടുള്ള തകർച്ചയൊക്കെ അതിന്റെ മേലില് നമ്മൾ ഒരു ലീഡിങ് മീൻസ് അതിന്റെ മേലിലൊരു സ്വാധീനം മീൻസ് നമ്മൾ അതിലെ ലീഡർ ആവാനാണ് ശ്രമിക്കുന്നത്, അതിലൊരു മാസ്റ്ററി ആവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം പാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിൻ ആയിട്ട് ബയോട്ടിക്കും അതുപോലെ ഈ ഒരു അബയോട്ടിക് ലെവലിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലിവിങ് ഓർഗാനിസ് ഉണ്ട്. ഇപ്പൊ പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും ബാക്ടീരിയാസ് ആണെങ്കിലും ഇതാണ് ബയോട്ടിക് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. വൈൽ അബയോട്ടിക് എന്ന് പറയുകയാണെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ നേച്ചറിലുള്ള വാട്ടർ ആണെങ്കിലും സോയിൽ ആണെങ്കിലും സൺലൈറ്റ് ആണെങ്കിലും. ഓക്കെ, ഇതാണ് അബയോട്ടിക് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതിലൊരു ഡൗട്ട് വരരുത്. അപ്പം ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബയോട്ടിക്കിനെയും അബയോട്ടിക് ലെവലിനെയും എൻവയോൺമെന്റിലുള്ളതിന് ഒരു നേച്ചർ എൻവയോൺമെന്റ് സ്ട്രക്ചർ ചെയ്യാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, between biotic and cultural levels in human society, while nature environment is structured at biotic and abiotic. ഈ നേച്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആണ്. അദ്ദേഹം ഈ ഒരു ബയോട്ടിക്കിനെയും കൾച്ചറൽ ലെവലുമായിട്ടും ഹ്യൂമൻ സൊസൈറ്റിയുമായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഹ്യൂമൻ എക്കോളജി മോഡലിൽ പറയുന്നത്. ദെൻ ഇതിൽ പറയുന്ന മോഡലാണ് സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് W. Cotton and R. Dunlop ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. എ മോഡൽ ഔട്ട്ലൈനിങ് 3 competing functions of the environment that serve human societies. ഇവര് മനുഷ്യ സൊസൈറ്റികളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവിക്കാൻ വേണ്ടിയിട്ട് പരിസ്ഥിതിയുടെ 3 കോമ്പീറ്റിംഗ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് എൻവയോൺമെന്റ് ആസ് എ സബ്സ്റ്റൻസ് ബേസ് കേട്ടോ. ഒരു എൻവയോൺമെന്റിനെ ഒരു ഉപജീവന അടിത്തറയായിട്ട് അല്ലെങ്കിൽ ബേസ് ആയിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. സപ്ലൈ പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പം എൻവയോൺമെന്റ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ റിസോഴ്സസ് ലൈക്ക് എയർ, വാട്ടർ, ഫുഡ്, ഫോറസ്റ്റ് ആൻഡ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെ. ഇപ്പം വായു, വെള്ളം, ഭക്ഷണം അല്ലെങ്കിൽ വനം, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഇങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് വിഭവങ്ങളൊക്കെ എൻവയോൺമെന്റ് തരുന്നുണ്ട്.
ഈ റിസോഴ്സസ് ഒക്കെ എന്താണ്, ക്യാൻ ബി റിന്യൂവബിൾ അല്ലെ, നമുക്ക് പുനരുൽപാദിപ്പിക്കാൻ കഴിയുന്ന റിസോഴ്സസ് ആണ്. റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റുകളൊക്കെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ നോൺ റിന്യൂവബിൾ ആയിട്ടുണ്ട്, ഫോസിൽ ഫ്യൂൽസ് ഒക്കെ നോൺ റിന്യൂവബിൾ ആണ്, നമുക്ക് പുനരുൽപാദിപ്പിക്കാനാവാത്ത റിസോഴ്സസ് ആണ്. അപ്പം ഇതുപോലുള്ള റിന്യൂവബിൾ ആയിട്ടും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എൻവയോൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓവർ യൂസ് ഓഫ് റിസോഴ്സസ് ലീഡ് ടു റിസോഴ്സ് ഷോർട്ടേജ് ആൻഡ് സ്കാർസിറ്റീസ്. നമ്മൾ ഈ ഓരോ വിഭവങ്ങളും അമിതമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഒരു വിഭവങ്ങളുടെ ഷോർട്ടേജിന് അല്ലെങ്കിൽ ദൗർബല്യത്തിന് അല്ലെങ്കിൽ സ്കാർസിറ്റീസ് അതില്ലാതെ ആവുന്നതിലേക്കാണ് നയിക്കുന്നത്. എല്ലാ സാധനങ്ങളും നമുക്ക് റിന്യൂവബിൾ അല്ല, ചിലതൊക്കെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ എൻവയോൺമെന്റിലുള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ യൂസ് ആയി കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ചില സാധനങ്ങൾ ഇല്ല, കഴിഞ്ഞു, ഇനി നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. എൻവയോൺമെന്റൽ ബേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അപ്പം എൻവയോൺമെന്റ് ആസ് എ സസ്റ്റനൻസ് ബേസ്, ഒരു ഉപജീവന അടിത്തറയായിട്ട് പരിസ്ഥിതിയെ ഇതിന് സപ്ലൈ ആയിട്ട് എങ്ങനെ വരുന്നു, ഒരു എന്താ വിതരണ ഡിപ്പോ ആയിട്ട് എൻവയോൺമെന്റിനെ നമ്മൾ കണക്കാക്കുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഭാഗം. ദെൻ എൻവയോൺമെന്റ് ആസ് എ ലിവിങ് സ്പേസ്, ഹാബിറ്റേറ്റ് ആയിട്ട്, ലിവിങ് സ്പേസ് ആയിട്ട്, ജീവിത അല്ലെങ്കിൽ ഇടമായിട്ട് നമ്മൾ എൻവയോൺമെന്റിനെ കണക്കാക്കുമ്പോൾ എങ്ങനെയാണ്, പ്രൊവൈഡ് സ്പേസ് ഫോർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഹോംസ്, വർക്ക് പ്ലേസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റീക്രിയേഷണൽ ഏരിയാസ് അല്ലെ. നമ്മുടെ ആക്ടിവിറ്റീസുകൾക്കൊക്കെ, വീടുകൾക്ക്, ജോലി സ്ഥലങ്ങൾക്ക്, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ വിനോദമായിട്ട് വരുന്ന റിക്രിയേഷണൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരിടമായിട്ട് എൻവയോൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. Overuse leads to overcrowding, congestion and habitat dispersion. ഈ നമ്മളിത് അമിത ഉപയോഗം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ക്രൗഡിങ് ആണ് ഉണ്ടാവുക അല്ലെ, ജനത്തിരക്കാണ് ഉണ്ടാവുക, കൺജഷൻ ആണ് ഉണ്ടാവുക, തിരക്കുകളാണ് കൂടുക. അതിലൂടെ നമ്മുടെ ആവാസ വ്യവസ്ഥയെ നാശത്തിലേക്ക് നയിക്കാൻ, ഡിസ്ട്രക്ഷനിലേക്ക് എത്തിക്കാണ് ഹാബിറ്റേറ്റിനെ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പാൻഡിങ് ഹ്യൂമൻ സെറ്റിൽമെന്റ് ഇമ്പാക്ട് അതർ സ്പീഷീസ് എബിലിറ്റി ടു സർവൈവ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട്, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഇന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യാന്ന് വിചാരിച്ചാലോ, അവിടെ മറ്റ് ജീവജാലങ്ങൾ അതിജീവിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ സ്പേസ് വേണം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് വെട്ടി കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ജീവജാലങ്ങളും കൂടെ ജീവിക്കുന്നവരും കൂടെ അത് എഫക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് മറ്റൊരു കമ്പറ്റിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആസ് എ വേസ്റ്റ് റിപ്പോസിറ്ററി. മാലിന്യ സംഭരണിയായിട്ട് എൻവയോൺമെന്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഹ്യൂമൻ പ്രൊഡ്യൂസ് വേസ്റ്റ്, വാസ്റ്റ് എമൗണ്ട് ഓഫ് വേസ്റ്റ് ത്രൂ കൺസപ്ഷൻ അല്ലെ. നമ്മള് ഉപയോഗം വഴി മനുഷ്യർ വലിയ അളവിലുള്ള മാലിന്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ട് നേച്ചുറലായിട്ട് ചില കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് സം വേസ്റ്റുകളൊക്കെ. ഇപ്പം ട്രീസൊക്കെ, മരങ്ങളും അതുപോലെ എന്താണ് കാർബൺ ഡയോക്സൈഡ് അതുപോലെ CO2 അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാൽ മോഡേൺ സൊസൈറ്റീസ് ജനറേറ്റ് മോർ വേസ്റ്റ് ദാൻ ദ എൻവയോൺമെന്റ് ക്യാൻ ഹാൻഡിൽ, ലീഡിങ് ടു പൊല്യൂഷൻ. ഒരു പരിസ്ഥിതിക്കും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ, അതിനും ഇത്രത്തോളം വേസ്റ്റുകളെ അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് വരുമ്പോ എന്താണ് വരുന്നത്, അത് പൊല്യൂഷനിലേക്ക്, വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും മണ്ണിലാണെങ്കിലും പൊല്യൂഷനിലേക്കൊക്കെ അത് നയിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എൻവയോൺമെന്റ് ആസ് എ വേസ്റ്റ് റെസിപ്പോസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് പറഞ്ഞു അല്ലെ. അപ്പം ഈ 3 ഫങ്ഷൻസിന്റെ ഇടയിൽ വരുന്ന ചില കോൺഫ്ലിക്റ്റുകൾ എന്തെന്ന് പറഞ്ഞാല്, കോമ്പറ്റീഷൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് എൻവയോൺമെന്റൽ ഫങ്ഷൻസ് ലീഡ് ടു കോൺഫ്ലിക്ട്സ് അല്ലെ. ഈ വിവിധ പാരിസ്ഥിതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻസ് പല കോൺഫ്ലിക്റ്റുകളിലേക്ക് നയിക്കും. എന്തൊക്കെയാണ്, വേസ്റ്റ് സൈറ്റ്സ് റെഡ്യൂസ് ഹാബിറ്റേറ്റ് സ്പേസ്. ഈ ഒരു വേസ്റ്റ് ഇപ്പൊ കനാൽ ഡിസാസ്റ്റർ ഒക്കെ പോലെ നമ്മൾ പറഞ്ഞ പോലെ വേസ്റ്റ് കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ വാസയോഗ്യമായിട്ടുള്ള ഇടങ്ങളെ കുറയ്ക്കാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ urban expansion reduces land available for agriculture and wildlife. നഗരവികസനം എന്താണ്, കൃഷിക്കും അതുപോലെ വന്യജീവികൾക്കും ഒക്കെ ലഭ്യമായിട്ടുള്ള ഭൂമി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഓവർ യൂസ് ഓഫ് എൻവയോൺമെന്റൽ ഫങ്ഷൻസ് ലീഡ് ടു ഇഷ്യൂസ് ലൈക്ക് പൊല്യൂഷൻ, റിസോഴ്സ് ഡെപ്ലീഷൻ ആൻഡ് ഓവർ പോപ്പുലേഷൻ. പാരിസ്ഥിതികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഓവർ യൂസ്
നമുക്ക് പൊല്യൂഷനിലേക്കും റിസോഴ്സസ് കുറയാനും ഓവർ പോപ്പുലേഷനിലേക്കൊക്കെ അതും നയിക്കും. അപ്പൊ ഈ 3 ഫങ്ഷൻസ് കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് ആണ് കേട്ടോ. അപ്പം ടെലിയോ കോസ്റ്റൻ ആൻഡ് ആർ ഡെൻലോപ്പ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള 3 കോമ്പീറ്റിംഗ് ഫങ്ഷൻസ് ആണ് എൻവയോൺമെന്റ് ഹ്യൂമൻ സൊസൈറ്റിയിലേക്ക് സെർവ് ചെയ്യുന്ന കോമ്പീറ്റിംഗ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസ് എന്നുള്ള ഈ ഒരു അപ്രോച്ച് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞാൽ എൻവയോൺമെന്റ് ആസ് എ സസ്റ്റനൻസ് ബേസ് ആണ്. ഒരു സപ്ലൈ ഡിപ്പോ ആയിട്ട് എങ്ങനെയാണ് എൻവയോൺമെന്റ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ എൻവയോൺമെന്റ് ആസ് എ ലിവിംഗ് സ്പേസ് ഹാബിറ്റേറ്റ് ആയിട്ട് എങ്ങനെയാണ് എൻവയോൺമെന്റ് വർക്ക് ചെയ്യണം എന്നുള്ളതും, എൻവയോൺമെന്റ് ആസ് എ വേസ്റ്റ് റിപ്പോസിറ്ററി, ഒരു സിങ്ക് ആയിട്ട് വേസ്റ്റ് റിപ്പോസിറ്ററി ആയിട്ട് എൻവയോൺമെന്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതും, അതിന്റെ 3 ഫങ്ഷൻസിന്റെ കോൺഫ്ലിക്റ്റുകളാണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാല് സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക് മോഡലാണ് ഇതിന് പറയുന്നത് കേട്ടോ. നമ്മൾ ഹ്യൂമൻ എക്കോളജി പറഞ്ഞു, നെക്സ്റ്റ് പറഞ്ഞു, തേർഡ് വൺ ആണ് സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക് എന്ന് പറയുന്നത്. അപ്പം 1970-കളില് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഒരു പബ്ലിക് അറ്റൻഷനിലേക്ക്, ഒരു പൊതുജന ശ്രദ്ധകൾ കൂടി വരാനും ഈ ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു. ഇത് എന്താണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫോക്കസ് ഓൺ ദ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റൽ ഓർഗനൈസേഷൻ ആൻഡ് ദി എൻവയോൺമെന്റ്, സാമൂഹിക സംഘടനയെ അതുപോലെ പരിസ്ഥിതികമായിട്ട് വരുന്ന ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ബന്ധത്തെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അപ്പം അലൻ ഷെനൈബർഗ് 1975 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക് മോഡൽ കേട്ടോ. അപ്പൊ ഇത് അനലൈസ് ചെയ്യണത് എന്താണ്, ദ റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ദി എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന്റെയും സൊസൈറ്റിയുടെയും ഒരു റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പരസ്പരമായിട്ട് എങ്ങനെയാണ് വൈരുദ്ധ്യമായിട്ട് എങ്ങനെയാണ് അത് പ്രവർത്തിക്കണം എന്നുള്ളതാണ്, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളതാണ് സൊസൈറ്റി എൻവയോൺമെന്റ്. ഓക്കെ, അതാണ് സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക് മോഡൽ നോക്കുന്നത് കേട്ടോ. അതിന്റെ റെസിപ്രോസിറ്റി ആണ് നോക്കുന്നത്. അപ്പം ഇതിന്റെ കീ ആസ്പെക്ട്സ് എന്ന് പറയാനാണെങ്കിൽ എക്കണോമിക് എക്സ്പാൻഷൻ റിക്വയർഡ് ഇൻക്രീസ്ഡ് എക്സ്ട്രാക്ഷൻ ഓഫ് എൻവയോൺമെന്റൽ റിസോഴ്സസ്. സാമ്പത്തികമായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ, ഒരു വിപുലീകരണം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ പാരിസ്ഥിതികമായിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള റിസോഴ്സസിനെയൊക്കെ ഈ ഒരു വേർതിരിച്ചെടുക്കൽ അനിവാര്യമാണ് അല്ലെ. സാമ്പത്തികമായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എൻവയോൺമെന്റൽ റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന്റെ ആവശ്യകത കൂടും. ഓക്കെ, നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻവയോൺമെന്റൽ റിസോഴ്സസിനെ കൂടുതലായിട്ട് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഈ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ എന്താണ് വരിക, ലീഡ്സ് ടു എക്കോളജിക്കൽ പ്രോബ്ലംസ്. ഇത് എക്കോളജിക്കൽ ആയിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരും. എക്കോസിസ്റ്റത്തിന്റെ ഡിസ്റപ്ഷനിലേക്കും നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ ഡിപ്ലേഷനിലേക്കും ശോഷണത്തിലേക്കും ഒക്കെയാണ് ഇത് വരിക. ഇങ്ങനെയുള്ള എക്കോളജിക്കൽ പ്രോബ്ലംസ് എന്താണ്, റെസ്ട്രിക്ട് ഫർദർ എക്കോണോമിക് എക്സ്പാൻഷൻ. പരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വികസനത്തേക്ക് നിയന്ത്രിക്കുകയാണ് ഈ ഒരു എക്കോളജിക്കൽ പ്രോബ്ലംസ് വരിക അല്ലെ. ക്രിയേറ്റിംഗ് കോൺട്രാഡിക്ടറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. ഇതെന്താണ്, ഒരു വികസനവും പരിസ്ഥിതിക തകർച്ചയും തമ്മിൽ ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്കണോമിക് ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻവയോൺമെന്റൽ ആയിട്ട് റിസോഴ്സസിനെ കുറച്ചും കൂടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, കുറച്ചും കൂടെ ചൂഷണം ചെയ്യാനാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നയിക്കും. എന്ന് വെച്ചാൽ എക്കോസിസ്റ്റം നശിക്കും, അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസുകളൊക്കെ, നമുക്ക് റിന്യൂവബിളും നോൺ റിന്യൂവബിളും അല്ലെ, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത, റിന്യൂവബിൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. അതിന്റെയൊക്കെ അത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എൻവയോൺമെന്റിൽ അത് റിന്യൂവബിൾ ചെയ്യാൻ പറ്റാതെ അങ്ങനെ കുന്നുകൂടി കിടക്കും. ഇത് വീണ്ടും എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരും. ഇങ്ങനെ എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം കൂടിക്കഴിഞ്ഞാൽ അവിടെ എക്കണോമിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ നമുക്ക് നടക്കൂല. നമുക്ക് എക്കണോമിക് സാമ്പത്തികമായിട്ട് വളരാനും സാധിക്കൂല. നമ്മൾ ഭൂമിയെ ചൂഷണം ചെയ്തിട്ടാണ് സാമ്പത്തികമായിട്ട് വളർച്ച നേടേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഡെവലപ്മെന്റും എൻവയോൺമെന്റൽ ഡിഗ്രഡേഷനും ഉള്ളതെന്നാണ് സൊസൈറ്റി എൻവയോൺമെന്റൽ ഡയലക്റ്റിക് മോഡലിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഡയലക്റ്റിക് മോഡലിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇംപ്ലിക്കേഷൻസ് ഓഫ് ഡയലക്റ്റിക് മോഡൽ, ഈ ഒരു പ്രത്യാഘാതങ്ങളായിട്ട് എന്തൊക്കെയാ വരുന്നതെന്നാണ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡ് ദെയർ എക്കണോമി ഈവൻ വെൻ ദ എൻവയോൺമെന്റ് ക്യാൻ നോ ലോങ്ങർ സസ്റ്റെയിൻ ഗ്രോത്ത്. പരിസ്ഥിതിക്ക് വളർച്ച നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ പോലും എന്താണ്,
ഈ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന സൊസൈറ്റീസ്, വ്യവസായികപരമായിട്ട് വരുന്ന സമൂഹങ്ങളൊക്കെ അവരുടെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ എക്കണോമി. പരിസ്ഥിതിക്ക് നോ ലോങ്ങർ സസ്റ്റെയിൻ ഗ്രോത്ത്, പരിസ്ഥിതിക്ക് വളർച്ച നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപ്പോഴും ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് അവിടെ വളർന്നുകൊണ്ടിരിക്കണം. അവരുടെ എക്കണോമി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അവരവിടെ നിർത്തുന്നില്ല. പരിസ്ഥിതിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പൊ നമുക്കറിയാലേ, പുഴകളിൽ പ്രശ്നം വന്നാലും അല്ല ലാൻഡ് സ്ലൈഡുകൾ വന്നാലും ഒക്കെ ഇൻഡസ്ട്രീസ് അവിടെ തുടർന്നുകൊണ്ടേയിരിക്കാം. അവിടുത്തെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, വെള്ളലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഇൻഡസ്ട്രീസ് അവരുടെ എക്കണോമി വളർത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അതുപോലെ ഗവൺമെന്റ് ഫേസസ് കോൺട്രാഡിക്ഷൻസ്, സർക്കാരുകളും ഒരു കോൺട്രാഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ദേ പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്തിൽ, അവർ സാമ്പത്തിക വളർച്ചയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ ദേ ഓൾസോ നീഡ് ടു റെഗുലേറ്റ് എൻവയോൺമെന്റൽ ഡാമേജ്, എന്നാൽ പാരിസ്ഥിതികമായിട്ടുള്ള നാശനഷ്ടങ്ങളെ അവർ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ഗവൺമെന്റ് അഡോപ്റ്റ് വാരിയിങ് പോളിസീസ് ടു ബാലൻസ് ദീസ് കോൺഫ്ലിക്റ്റിംഗ്. അപ്പം പല ഗവൺമെന്റുകളും ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ആവശ്യങ്ങളെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള നയങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് സൊസൈറ്റിയിൽ എൻവയോൺമെന്റൽ ഡയലക്റ്റിക് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് ആണ് സൊസൈറ്റിയും എൻവയോൺമെന്റും തമ്മിൽ. ആ ഒരു ഇൻഫ്ലുവൻസിനെയാണ് ഇവർ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. അലൻ ഷെയ്ബർ. ഇപ്പം ഇതിന്റെ കീ ആസ്പെക്ട് എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്പാൻഷൻ എന്താണ് എൻവയോൺമെന്റൽ റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ കാരണമാവും. എൻവയോൺമെന്റൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്കോളജിക്കൽ പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യും. എക്കോളജിക്കൽ പ്രോബ്ലംസ് വീണ്ടും എക്കണോമിക് എക്സ്പാൻഷന് റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഈ 3 മോഡലാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. കൺസെപ്റ്റലൈസേഷൻ ഓഫ് സൊസൈറ്റി എൻവയോൺമെന്റ് റിലേഷൻഷിപ്പിൽ വരുന്നത് ഹ്യൂമൻ എക്കോളജി മോഡലും അതുപോലെ സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷനും ദെൻ സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക് കേട്ടോ. ഇത് 3ആണ് അത് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ പ്രിഡിക്കാമെന്റ് കേട്ടോ. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞാല് പ്രിഡിക്കാമെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രതിസന്ധി കേട്ടോ. പാരിസ്ഥിതികമായിട്ട് വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. The reciprocal influence between modern industrial society and the environment has led environmentalists and sociologists to examine sustainability challenges. അപ്പം ഈ ഒരു ആധുനികമായിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ സൊസൈറ്റി പരിസ്ഥിതിയും അതുപോലെ ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എൻവയോൺമെന്റും തമ്മിലുള്ള അവരുടെ ഒരു പരസ്പരമായിട്ട് വരുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ച് പഠിക്കാനും അത് എന്താണ് ഈ ഒരു സോഷ്യോളജിസ്റ്റുകളെ അതുപോലെ എൻവയോൺമെന്റലിസ്റ്റുകളെ ഒക്കെ എങ്ങനെയാണ് ഇത് വരുന്നത്, ഇതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് സസ്റ്റൈനബിൾ ആയിട്ട് വരുന്നത്, അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആൻഡ് ദെയർ സൊസൈഷ്യൽ ഇമ്പാക്ട്സ് ഈസ് ക്രൂഷ്യൽ അല്ലെ. നമുക്ക് ഈ വിഷയങ്ങളോട് ഈ ഒരു സൊസൈറ്റിയിലായിട്ടും അതുപോലെ എൻവയോൺമെന്റലായിട്ടും വിലയിരുത്തുമ്പോൾ മാത്രമേ നമുക്ക് അത് എത്രത്തോളം സാമൂഹിക ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അത് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പം അതിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ആണ്. ആഗോളതാപനം അല്ലെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ CO2ന്റെ റാപ്പിഡ് ആയിട്ടുള്ള ദ്രുതഗതിയിലുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇൻക്രീസ് ഡ്യൂ ടു ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, കോള്, ഗ്യാസ്, ഓയില് പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ, ഫ്യൂവൽസ്, വുഡ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ, അതുപോലെ മരം, വനനശീകരണം, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ റാപ്പിഡ് ഇൻക്രീസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിന് ഉണ്ടായിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്നാണ് വർദ്ധിച്ചു വരുന്നത്. ഓക്കെ, the greenhouse effect occurs when CO2 and other greenhouse gases trapped in sun's heat, leading to rising global temperature. അപ്പം ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വരുന്ന മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസുകളൊക്കെ സൂര്യന്റെ ഹീറ്റ് ട്രാപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു താപത്തെ ഇങ്ങനെ കുടുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് എന്താണ് ഗ്രീൻ ഹൗസിന്റെ എഫക്റ്റുകൾ വരികയും അതിലൂടെ ആഗോള താപനില ഉയരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ള അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഗ്ലോബൽ വാർമിംഗ് അല്ലെ, ബാക്കിയുള്ള ആഗോള താപനങ്ങളൊക്കെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. ഇപ്പം മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഓസോൺസ്, സൂട്ട് ഓർ ബ്ലാക്ക് കാർബൺസ്,
ഇതൊക്കെ എന്താണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന ബാക്കിയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സണ്ണിന്റെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനുള്ള കാരണമാകും കേട്ടോ. അപ്പം ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? എക്സ്ട്രീം വെതർ കണ്ടീഷൻ ആയിരിക്കും, തീവ്രമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും, ഹോട്ടർ സമ്മേഴ്സ് ആയിരിക്കും, ഭയങ്കര ചൂടുള്ള ചൂടുള്ള വേനലുകളും അതുപോലെ വരൾച്ചകളിലേക്കും ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അത് നയിക്കും ഈ ഒരു ഗ്ലോബൽ വാർമിംഗിൽ. ഓക്കെ, അതുപോലെ മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് റൈസിംഗ് സീ ലെവൽസ്, ഇൻക്രീസിംഗ് റിസ്ക് ഓഫ് സബ്മേർഷൻ കോസ്റ്റൽ സിറ്റീസ്. ഹിമപാളികൾ ഉരുകുന്നതും അതിലൂടെ ഉരുകി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സമുദ്രനിരപ്പ് ഉയരാനും തീരദേശ നഗരങ്ങളിലൊക്കെ വെള്ളത്തിലടിയിലാകാനുള്ള സാധ്യത അത് കൂട്ടും. അതുപോലെ റെയിൻഫോളിന്റെ പാറ്റേണിൽ മാറ്റം വരുത്തും. ഈ റെയിൻഫോളിന്റെ പാറ്റേണിൽ മഴ ലഭിക്കുന്നതിന്റെ രീതികളിൽ മാറ്റം വന്നാൽ എന്താണ്? അത് കൃഷിയെയും വാട്ടർ അവൈലബിലിറ്റിയിലെ ജലലഭ്യതയും അത് എഫക്ട് ചെയ്യും. അതുപോലെ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് വൈൽഡ് ഫയർസ് ഡ്യൂ ടു റൈസിംഗ് ടെമ്പറേച്ചേഴ്സ്. വർദ്ധിച്ചു വരുന്ന താപനില എന്താണ്? കാട്ടുതീ വരാനുള്ള ചാൻസസ് വളരെയധികം കൂട്ടും. പുതിയ ഡിസീസസ് ഉണ്ടാക്കും ഡ്യൂ ടു എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. പെട്ടെന്ന് ഇപ്പം ഇത്രയും ചേഞ്ചസ് ഒക്കെ എൻവയോൺമെന്റിനും ക്ലൈമറ്റിനും ഒക്കെ വരുമ്പോൾ അത് പുതിയ പുതിയ ഡിസീസസ് വരാനുള്ള കാരണമാകും. ഓക്കെ, അപ്പം ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് വെരി അക്രോസ് ഡിഫറെന്റ് റീജിയൻസ് ആൻഡ് ബ്രോഡ് ടേംസ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഓഫ് ന്യൂസ്. അപ്പം പല റീജിയനുകളിലും പ്രദേശങ്ങളിലും ഈ ഒരു ഗ്ലോബൽ വാർമിംഗിന്റെ ആഗോളതാപനത്തിന്റെ ആഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്താണ് ആഗോള കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു വേർഡാണ് ഇങ്ങനെയുള്ള ഗ്ലോബൽ വാർമിംഗിന്റെ ഇമ്പാക്ട് ഡിഫറെന്റ് റീജിയൻസ് പറയാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗിൽ വരുന്ന കോൺസിക്വൻസസ്. ഓക്കെ, ഇനി മറ്റേത് എന്ന് പറയുകയാണെങ്കിൽ ഓസോൺ ഡെപ്ലീഷൻ ആണ്. ഓസോൺ ഡെപ്ലീഷൻ, ഓസോണിന്റെ ശോഷണം. അപ്പം ഓസോൺ ലെയറിന്റെ ഒരു റോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഓസോൺ ലെയർ O3 in the upper atmosphere protects the earth from harmful ultraviolet radiations. നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഹാംഫുൾ ആയിട്ട് ദോഷകരപരമായിട്ട് വരുന്ന അൾട്രാ വയലറ്റ് റേസസിനെ, വികിരണങ്ങളെയൊക്കെ എന്താണ് വികിരണങ്ങളെയൊക്കെ ഓസോൺ പാളിയാണല്ലേ തടഞ്ഞു നിർത്തുന്നത്, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പം ഈ ഓസോൺ ലെയറിന്റെ ഡെപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെയും ഇഷ്യൂ വരും അല്ലെ. അപ്പൊ യു വി റേഡിയേഷൻ കൂടി കഴിഞ്ഞാൽ, അപ്പം അൾട്രാ വയലറ്റ് റേസ് നേരിട്ട് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിന്റെ റേഡിയേഷൻ നേരിട്ട് വന്ന് പതിക്കുകയല്ല, അതിന് ചെറിയ വിള്ളലുണ്ട് എന്നാണ് അല്ലെ. അപ്പം അതിലൂടെ നമുക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൂടുകയാണ് ചെയ്യുന്നത്, എക്സ്പോഷർ. അതിലൂടെ എന്തൊക്കെ കാരണമാകും? സ്കിൻ ക്യാൻസറിന് അത് കാരണമാകും, കാറ്ററാക്ട് തിമിരം വരാൻ അത് കാരണമാകും, ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ്, നമ്മുടെ പ്രതിരോധ ശേഷിയെ അത് കേടുപാടാക്കും, അത് പ്രതിരോധ ശേഷിയിൽ അത് മാറ്റം വരുത്തും യു വി റേഡിയേഷൻ കൂടിക്കഴിഞ്ഞാൽ. അതുപോലെ ഡിസ്ട്രപ്ഷൻസ് ഇൻ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയിലെ തടസ്സങ്ങൾ ഉണ്ടാക്കാനും ഈ ഒരു ഓസോൺ ഡെപ്ലീഷൻ കാരണമാകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് കോസസ് ഓഫ് ഓസോൺ ഡെപ്ലീഷൻ ആണ്. ഓസോൺ ഡെപ്ലീഷന്റെ കോസസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതില് എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFCs റിലീസ് കാരണം ഉണ്ടാകുന്ന, ഇപ്പം റെഫ്രിജറേറ്ററുകളിലെ ഫ്രിഡ്ജുകളിലെ നമ്മുടെയൊക്കെ യൂസിൽ ഉണ്ട്, അതുപോലെ എയർ കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ CFC ഗ്യാസസ് ഒരുപാട് പുറപ്പെടുവിക്കുന്നുണ്ട്. അതുപോലെ എയർസോൾസുകൾ, ഫയർ സപ്രഷൻ സിസ്റ്റം ഇൻ എയർക്രാഫ്റ്റ്, വിമാനത്തിലേക്ക് ഈ ഒരു അഗ്നിശമന സംവിധാനങ്ങൾ. അതുപോലെ CFCs reach the upper atmosphere and break down the ozone layer, creating the ozone hole, first discovered over the South Pole in 1985. ഈ ഒരു ക്ലോറോഫ്ലൂറോ കാർബൺസിന്റെ CFCകൾ അന്തരീക്ഷത്തിന്റെ മുകളിലെത്തുകയും ഓസോൺ പാളിയെ തകർക്കുകയും, ഇതെന്താണ് ഓസോണിൽ നമുക്കറിയാലേ അവിടെ ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് 1985 സൗത്ത് പോള് ദക്ഷിണ ധ്രുവത്തിലൊക്കെയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് എന്തൊക്കെയാണ് വരിക? യു വി റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യും, അത് പല ഹെൽത്ത് ആൻഡ് എക്കോളജിക്കൽ ഇഷ്യൂസിലേക്ക് അത് നയിക്കും. അതുപോലെ ഓസോൺ ഡെപ്ലീഷൻ എന്താണ്? ഓൾസോ ഒക്കേറിംഗ് ഓവർ നോർത്ത് പോൾ ത്രൂ ലെസർ എക്സ്റ്റെന്റ്. നോർത്ത് പോളിലൊക്കെ ഓസോൺ ഡെപ്ലീഷൻ സംഭവിക്കുന്നുണ്ട്, ചെറിയ തോതിലാണെങ്കിലും സംഭവിക്കുന്നുണ്ട്.
The spread of ozone depletion to populated regions could have severe effect. അതുപോലെ ഓസോൺ ഡെപ്ലീഷൻ ജനവാസ മേഖലകളിലേക്കൊക്കെ വ്യാപിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് അത് കാരണമാണ്. മറ്റത് ഒന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിന്റെ കോൺസിക്വൻസസ് ആണ്. അപ്പം നമുക്ക് സ്മോക്ക് ഉള്ളത് രണ്ട് തരത്തിലാണ്. ഓക്കെ, സ്മോക്ക് എന്ന് പറഞ്ഞാല് ഈ ഒരു പൂക്കമഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് രണ്ട് തരത്തിലാണ് സ്മോഗ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആണ്, ബ്രൗൺ സ്മോഗ്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാല് ബ്രൗൺ ഹെയ്സ് ഇൻ സിറ്റീസിലാണ് അപ്പിയർ ചെയ്യുക. നഗരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ ന്യൂസസിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. തവിട്ട് നിറത്തിലുള്ള ഒരു ബ്രൗൺ നിറത്തിലുള്ള മൂടൽമഞ്ഞ് പോലെ ഇങ്ങനെ കാണും അല്ലെ. അത് ആക്ച്വലി മഞ്ഞല്ല, പൊല്യൂഷൻ കൊണ്ട് വരുന്നതാണ് അല്ലെ. ഡൽഹിയിലൊക്കെ ലാസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ കണ്ടതാണ്, കോട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ബ്രൗൺ സ്മോക്ക് ആണ്, അത് നമ്മളെ ബ്രീത്ത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അത്രയും എയർ പൊല്യൂഷൻ ആണ് അവിടെ എന്നുള്ളത് അല്ലെ. അപ്പം ഫോർമഡ് വൺ സൺലൈറ്റ് റിയാക്ട് വിത്ത് എയർ പൊല്യൂട്ടൻസ് മെയിൻലി നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പോണൻസ് ഫ്രം വെഹിക്കിൾസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ ഒരു വാഹനങ്ങളിൽ നിന്നും അതുപോലെയുള്ള ഇൻഡസ്ട്രികൾ, വ്യവസായങ്ങളിൽ നിന്നുമുള്ള നൈട്രജൻ ഓക്സൈഡും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സുകളും ചേർന്നിട്ട് ഫോം ചെയ്യുന്നതാണ്. ഈ സൺലൈറ്റ് റിയാക്ട് ചെയ്യും, എയർ പൊല്യൂഷനുമായിട്ട് സൺലൈറ്റ് റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സൂര്യപ്രകാശം ഈ ഒരു വായുമലിനീകരണമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബ്രൗൺ സ്മോഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഹാംഫുൾ എഫക്റ്റുകൾ എന്ന് പറഞ്ഞാല് ബേൺസ് ലങ്സ് ടിഷ്യൂ ഇൻ ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. ഹ്യൂമനിലെയും അനിമൽസിലെയും ഒക്കെ ശ്വാസകോശങ്ങൾ ബേൺ ചെയ്യാണ് ചെയ്തത്, ദുരിതാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ ഡാമേജ് ലീഫ് ടിഷ്യൂസ് ഓഫ് പ്ലാന്റ്സ് റെഡ്യൂസിങ് ക്രോപ്പ് ഈൽഡ്. ചെടികളുടെയും അതുപോലെ ഇലകളുടെയും ഒക്കെ കോശങ്ങള് കേടുപാടുകൾ വരുത്തുകയും അത് വിളവുകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അഫക്ട്സ് ഫോറസ്റ്റ് ആൻഡ് റൂറൽ ഏരിയാസ് വെൻ ഇറ്റ് ഇസ് സ്പ്രെഡ് ഔട്ട്സൈഡ് അർബൻ റീജിയൻസ്. നഗരപ്രദേശങ്ങളിലേക്ക്, പ്രദേശത്തിന്റെ പുറത്തേക്കൊക്കെ ഇത് വ്യാപിക്കുകയും അത് വനങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയൊക്കെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട് എന്ന് പറഞ്ഞത്. മറ്റൊന്ന് പറയുന്നത് വൈറ്റ് ഫോഗ് ആണ്. ഓക്കെ, വൈറ്റ് ഫോഗ് എന്ന് പറയുന്നത് ഫൈൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് കേട്ടോ, സൂക്ഷ്മകണികളാണ്, വെളുത്ത പുകമഞ്ഞാണ്. ഇവിടെ ഉണ്ടാകുന്നത് കണ്ടെയ്ൻസ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സ്മാളർ ദാൻ ഹ്യൂമൻ ഹെയർ. ഈ ഇതില് മനുഷ്യന്റെ മുടിയേക്കാൾ സ്മോളർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ആണ് ഇതിൽ കാണാൻ പറ്റുക ഈ വൈറ്റ് സ്മോഗിൽ. അപ്പം ഈ ഒരു പുവർ ഫ്യൂവൽ കമ്പഷൻ, അതുപോലെ വെഹിക്കിൾസ്, പവർ പ്ലാന്റ്സ്, കൺസ്ട്രക്ഷൻസ്, വിൻഡ് ഇറോഷൻസ്, അപ്പം അല്ലെ ഈ ഒരു ഇന്ധനത്തിന്റെയൊക്കെ ജ്വലനം മോശമാകുമ്പോഴോ, അല്ലെങ്കിൽ വാഹനങ്ങള്, വൈദ്യുത നിലയങ്ങള്, നിർമ്മാണങ്ങള്, അതുപോലെ എന്താണ് വിൻഡ് ഇറോഷൻ, കാറ്റിന്റെ മണ്ണൊലിപ്പൊക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതിന്റെ ഹാംഫുൾ എഫക്ട് എന്ന് പറഞ്ഞാല് ഇതും ലങ്സിലേക്ക് പെനിട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, ശ്വാസകോശങ്ങളിലേക്ക് തുളച്ചു കയറുകയും റിഡ്യൂസിങ് ലങ് കപ്പാസിറ്റി, ലങ്സിന്റെ കപ്പാസിറ്റി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ശ്വസിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ആസ്മക്കും ഹാർട്ട് അറ്റാക്ക് പോലുള്ള റിസ്കുകൾക്കും അത് കാരണമാകും. കോസസ് പ്രീമച്യൂർ ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഡിസീസസ്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം പ്രീമച്യൂർ ആയിട്ടുള്ള മരണങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ, വൈറ്റ് സ്മോഗ്. അപ്പൊ ഇതാണ് കോൺസിക്വൻസസ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഫോട്ടോ കെമിക്കൽ സ്മോഗും ദെൻ വൈറ്റ് സ്മോഗും ആണ്. ദെൻ നമ്മൾ പറയുന്നത് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ അല്ലെ, പൊല്യൂഷനെ ഇതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടി വരില്ല, കാരണം നമ്മൾ ദൈനംദിനം കേൾക്കുന്ന ന്യൂസുകളിലൊക്കെ അതുള്ളതാണ്. ഓക്കെ, അപ്പം ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആസിഡ് മഴ അല്ലെ, അത് സൾഫർ ഡയോക്സൈഡും അതുപോലെ NOx എമിഷനും റിയാക്ട് ചെയ്തിട്ട്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോമിങ് ആസിഡ് പെർസിപ്പിറ്റേഷൻ അല്ലെ, സൾഫർ ഡയോക്സൈഡും അതുപോലെ NOxും അന്തരീക്ഷത്തിലെ ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ ഒരു അമ്ലമഴ അല്ലെ, ആസിഡ് പെർസിപ്പിറ്റേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാല്
പ്ലാന്റ് ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യും, ലീഡിങ് ടു ലോവർ ക്രോപ്പ് പ്രൊഡക്ഷൻസ്. മണ്ണിന്റെ ഒക്കെ ഉൽപാദനക്ഷമതയാണ് കുറക്കാണ് ഈ ഒരു ആസിഡ് മഴ കൊണ്ടുണ്ടാവുന്നത്. അതുപോലെ ലീച്ചസ് ന്യൂട്രിയൻസ് ഫ്രം സോയിൽ റെഡ്യൂസിങ് ഫെർട്ടിലിറ്റി, മണ്ണിൽ നിന്ന് പോഷകങ്ങൾ കുറയാണ് ചെയ്യുന്നത്. അതുപോലെ അസിഡിഫൈസ് വാട്ടർ ബോഡീസ്, ഹാർമിംഗ് ഫിഷ്, ആംഫിബിയൻസ് ആൻഡ് മറൈൻ എക്കോസിസ്റ്റംസ്. ജലാശയങ്ങളെയൊക്കെ അസിഡിഫൈ ചെയ്യണം, അമ്ലമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മത്സ്യങ്ങള്, അതില് ഓഷ്യനിൽ ജീവിക്കുന്ന സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളൊക്കെ ദോഷകരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഡീഫോറസ്റ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് സ്ട്രെസ് ഈസ് ഹെവിലി എഫക്റ്റഡ് റീജിയൻസ്. അപ്പം ഹെവി ആയിട്ട് കനത്തമായിട്ട് ആസിഡ് റെയിന് എഫക്ട് ചെയ്ത പ്രദേശങ്ങളിൽ വനനശീകരണവും അതുപോലെ വന്യജീവികളുടെ സമ്മർദ്ദങ്ങളൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ചൈനയിലൊക്കെ 40% ട്രീ ഡിഫോളിയേഷൻ റേറ്റ്സ് ഹാവ് ബീൻ ഒബ്സർവ്ഡ് ഡ്യൂ ടു ആസിഡ് റെയിൻ. ആസിഡ് മഴ കാരണം 40% മരങ്ങളും ഇല പൊഴിയുന്ന നിരക്ക് കൂടുതലാണ്. 40% ട്രീ ഡിഫോളിയേഷൻ കൂടുതലായിട്ടാണ് ചൈനയിൽ കാണിക്കുന്നത് കേട്ടോ. But despite efforts to reduce nitrogen emissions, acid rain remains a significant problem globally. നൈട്രജന്റെ ഈ ഒരു എമിഷൻ ഉണ്ടെങ്കിലും അത് കുറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആസിഡ് മഴ എന്താണ് ഗ്ലോബൽ ആയിട്ട് തന്നെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, പിന്നെ അതർ എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻസ്, ബാക്കിയുള്ള എക്കോസിസ്റ്റംസിന്റെ ഡിസ്ട്രപ്ഷൻസ് മറ്റൊന്നെന്ന് പറയുന്നത് സോയിലാണ്. സോയിൽ ഇറോഷൻ അല്ലെ, മണ്ണൊലിപ്പാണ്. അത് എന്താണ് കാറ്റും വെള്ളവും മൂലം മണ്ണിന്റെ പോഷകങ്ങളും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ലീഡ്സ് ടു എന്താണ് ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അല്ലെ, കാർഷിക ഉൽപാദനക്ഷമതയെ കുറക്കുന്നുണ്ട്. വാട്ടർ പൊല്യൂഷൻ ആസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് വാഷ് ഇൻ ടു റിവേഴ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടേഴ്സ്. കീടനാശിനികളും അതുപോലെ രാസവളങ്ങളും പോലെയുള്ള ജലമലിനീകരണം നദികളിലേക്കും ഭൂഗർഭജലത്തിലേക്കും ഒക്കെ ഒഴുകുകയാണ് ചെയ്യുന്നത് ഈ ഒരു കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ കേട്ടോ, ഈ ഒരു പെസ്റ്റിസൈഡ്സും ഒക്കെ. ഇൻക്രീസ്ഡ് പെസ്റ്റിസൈഡ്സ് റെസിഡ്യൂസ് ഇൻ ഫുഡ് എൻഡോക്രൈൻ ഹെൽത്ത്, ഭക്ഷണത്തിലും വർദ്ധിച്ചു വരുന്ന കീടനാശിനി അവശിഷ്ടങ്ങളും ഇത് എന്താണ് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും കാരണമാകുന്നുണ്ട്. ഓക്കെ, മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സാലിനൈസേഷൻ ആൻഡ് വാട്ടർ ലോക്കിംഗ് ആണ്. ഈ ഒരു ഉപ്പുവെള്ളം അല്ലെങ്കിൽ എന്താണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനൊക്കെ ഇഷ്യൂസ് ആണ് കേട്ടോ. സാലിനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപ്പുവെള്ളമാണ്. അപ്പം എക്സസീവ് ഇറിഗേഷൻ ഇൻ ഡ്രൈ റീജിയൻ ഡ്യൂ ടു സാൾട്ട് അക്യുമുലേഷൻ ഇൻ സോയിൽ അല്ലെ, ഈജിപ്ത് അല്ലെങ്കിൽ ചൈനയൊക്കെ പോലുള്ള സ്ഥലങ്ങളില് വരണ്ട പ്രദേശങ്ങളില് എന്താണ് അമിതമായിട്ടുള്ള ജലത്തിന്റെ ഉപയോഗം കൂടുകയും അത് മണ്ണില് ഉപ്പ് അടിഞ്ഞുകൂടാനുള്ള കാരണമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ വാട്ടർ ലോഗിങ് അല്ലെ, ഈ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നത് എന്താണ് പുവർ ഡ്രെയിനേജ് കാരണമാണല്ലേ. മോശം ഡ്രെയിനേജ് ഉണ്ടാകുമ്പോഴാണ് അത് വെള്ളം കെട്ടി നിൽക്കുന്നത്. അവിടെ ഡീഫോറസ്റ്റേഷൻ പ്രിവെന്റ് വാട്ടർ അബ്സോർപ്ഷൻ, വനനശീകരണം എന്താണ് ജലം ആഗീകരണം ചെയ്യുന്നതിൽ തടഞ്ഞു നിർത്താണ് ചെയ്യണത്. അവിടെ എന്താണ് വനം നശീകരിച്ചു, അതുകൊണ്ട് ജലം ആഗീകരണം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. അങ്ങനെ എന്താണ് ചതുപ്പുകൾ സൃഷ്ടിക്കുകയാണ് അവിടെ ഉണ്ടാവുന്നത്. അത് കൃഷിഭൂമിയെ നഷ്ടപ്പെടുത്താണ് അതിലൂടെ ഉണ്ടാകുന്നത് വാട്ടർ ലോഗിങ് കേട്ടോ. ദെൻ വാട്ടർ ഷോർട്ടേജ്, മറ്റൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജലക്ഷാമം അല്ലെ. മെനി റീജിയൻസ്, ഇപ്പൊ മിഡിൽ ഈസ്റ്റുകളിലൊക്കെ തന്നെ മെനി റീജിയൻസിൽ എന്താണ് വാട്ടർ സ്ട്രെസ്, സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ കിട്ടുന്നില്ല അല്ലെ. അവർക്ക് അഗ്രികൾച്ചറിനോ ഇൻഡസ്ട്രിക്കോ ഡെയിലി ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡെപ്ലീഷൻ കോസസ് അല്ലെ, ലോവർ ഓഫ് വാട്ടർ ലെവൽസ്, ഭൂഗർഭജലത്തിലും ശോഷണം വരികയാണ് ചെയ്യുന്നത്. അത് ജല വിധാനത്തിനെ തന്നെ താഴ്ത്താണ് ചെയ്യുന്നത്. അതുപോലെ ഇൻക്രീസ്ഡ് സാലിനിറ്റി ഇൻ റിമൈനിങ് ഗ്രൗണ്ട് വാട്ടർ, ഇനി ബാക്കിയുള്ള അവശേഷിക്കുന്ന ഭൂഗർഭജലത്തിൽ എന്താണ് അവിടെ ഉപ്പിന്റെ അംശം കൂടുതലായിരിക്കും, ലവണാംശം വർദ്ധിക്കുകയാണ് ഉണ്ടാവും. അതുപോലെ ലാൻഡ് സബ്സൈഡൻസ്, സിങ്കിങ് ലാൻഡ് അല്ലെ. ഇപ്പം ഈ ഒരു സിറ്റീസ് ലൈക്ക് വെനീസ് ആൻഡ് മെക്സിക്കോ സിറ്റികൾ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ലാൻഡ് സബ്സിഡൻസ് ഈ ഒരു വാട്ടർ ഷോർട്ടേജ് കാരണം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ വാട്ടർ പൊല്യൂഷന്റെ കോസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക് സ്വീവേജിലെ ഗാർഹിക മലിനജലം ഉണ്ടാവുന്നുണ്ട്, സിവേജ് ഉണ്ടാകുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങള് ഓയിൽ സ്പിൽസിൽ നിന്ന്, അതുപോലെ തെർമൽ പൊല്യൂഷൻ എന്നൊക്കെ വാട്ടർ പൊല്യൂട്ടഡ് ആവും. അതുപോലെ അതിനോട് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാല് ഫ്രഷ് വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയും,
അതുപോലെ ആഗോളതാപനം മൂലം എന്താണ് ഐസ് മെൽറ്റിംഗ് അല്ലെ ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നതിലൂടെ ജലസ്രോതസ്സുകൾ വാട്ടർ റിസോഴ്സസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. Third, technological advances allows water purification for use. അല്ലെ സാങ്കേതികമായിട്ടുള്ള പുരോഗതികളൊക്കെ വരുന്നത് കൊണ്ട് ജലശുദ്ധീകരണം പ്യൂരിഫിക്കേഷൻസിലൂടെയൊക്കെ നമുക്കത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. ഓക്കെ, ദെൻ ഇതാണ് വാട്ടർ പൊല്യൂഷന്റെ കോൺസിക്വൻസസ് ആൻഡ് ഇത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബയോഡൈവേഴ്സിറ്റി ലോസ് അല്ലെ, ആവാസ വ്യവസ്ഥയെ തന്നെ ലോസ് ചെയ്തുകൊണ്ടിരുന്നത്, ജൈവ വൈവിധ്യത്തെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഈ ഒരു ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ, ആവാസ വ്യവസ്ഥയുടെ നാശം കാരണം എന്താണ് പൊല്യൂഷൻ, അതുപോലെ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത് 2007 ഉണ്ടായിട്ടുള്ള വേൾഡ് കൺസർവേഷൻ യൂണിയൻ സ്റ്റഡി ഉണ്ടായിരുന്നു. അതിൽ എന്താണ് 12% ഓഫ് ബേർഡ് സ്പീഷീസ് ത്രട്ടൻഡ്, 12% ബേർഡ്സിന്റെ സ്പീഷീസ് ഇനങ്ങളൊക്കെ ഭീഷണിയിലാണെന്നാണ് കണക്കാക്കുന്നത്. 20% ഓഫ് മാമൽസ് ആർ അറ്റ് റിസ്ക്, സസ്തനികൾ മാമൽസുകൾ 20% റിസ്കിലാണ്. 4% ഓഫ് ഫിഷ്, 5% ഓഫ് റെപ്റ്റൈൽസ്, 29% ഓഫ് amphibians ഫേസിംഗ് എക്സ്റ്റിൻഷൻ, വംശനാശം നേരിടുന്നത്. ഇതൊക്കെ എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ ലോസ് കൊണ്ടാണ്. ഓക്കെ, ഇതിലൊന്ന് പോയാൽ എന്താണെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ ഓരോന്നും നമ്മുടെ ഭൂമിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആവശ്യമല്ലാണ്ട് ഒരു ജീവിയും നമ്മുടെ ഭൂമിയിലില്ല. ഓക്കെ, എല്ലാം ഭൂമിയിൽ വേണം. ബയോഡൈവേഴ്സിറ്റിയുടെ ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടത്തിന് കാരണം ഇത്രയും ആൾക്കാര് മീൻസ് ഇത്രയും ജീവജാലങ്ങൾ അതിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഡിക്ലൈൻ ജനറ്റിക് ഡിവേഴ്സിറ്റി ഫോർ ക്രോപ്സ്, മെഡിസിൻ ആൻഡ് എക്കോസിസ്റ്റം സസ്റ്റൈനബിലിറ്റി, വിളകള്, മരുന്നുകള്, ആവാസ വ്യവസ്ഥയുടെ സ്ഥിരത എന്നിവയൊക്കെ ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ ഫുഡ് ചെയിനും ഭക്ഷ്യശൃംഖല അല്ലെ ഫുഡ് ചെയിൻ, അതുപോലെ പ്രകൃതിയുടെ ബാലൻസ്, ഇതൊക്കെ എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിന് ഫലങ്ങളായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ആണ്. ഡീഫോറസ്റ്റേഷൻ വനനശീകരണം അല്ലെ, വനനശീകരണം ഡ്രിവൺ ബൈ അഗ്രികൾച്ചർ, അർബണൈസേഷൻ ആൻഡ് മൈനിങ് അല്ലെ, കൃഷി, നഗരവൽക്കരണം, ഖനനം, ഇങ്ങനെയൊക്കെയാണ് ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നത്. 1960-കളിൽ മുതൽ തന്നെ വനനശീകരണം ഭയങ്കര റാപ്പിഡ് ആയിട്ടാണ് വർദ്ധിച്ചു വരുന്നത് കേട്ടോ. ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാല് ബയോഡൈവേഴ്സിറ്റിനെ നഷ്ടപ്പെടുത്തും, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആവാസ വ്യവസ്ഥയിൽ നഷ്ടം വരുത്തും, ക്ലൈമറ്റിലെ റെഗുലേഷൻസ് കാലാവസ്ഥാ നിയന്ത്രണത്തിലൊക്കെ തടസ്സം വരുത്തും, ഗ്ലോബൽ വാർമിംഗ് വേഴ്സിന് വഷളാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഫെർട്ടിൽ സോയിൽ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണിനെ നഷ്ടപ്പെടുത്തും, കാർഷിക ഉൽപാദന ക്ഷമത കുറക്കും. 2000-ലും 2005-ന്റെയും ഇടക്ക് 30 ദശലക്ഷം ഹെക്ടർ എന്താണ് പ്രൈമറി ഫോറസ്റ്റുകളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ഓക്കെ, 2000-ലും 2005-ന്റെ ഇടക്ക് മാത്രമുള്ള കണക്കാണത്. 30 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് പ്രൈമറി ഫോറസ്റ്റ് വർ ലോസ്റ്റ്. ഇതൊക്കെ എന്താ പറയാ, ഇനിയുള്ള ആളുകൾ ലോസ്റ്റ് ആക്കിയവര് ചിലപ്പം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നില്ല, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നതിലൂടെ ഭാവിയുള്ള ആളുകൾ അത് അനുഭവിക്കുന്നു അല്ലെ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നു. അവര് കൺസേർവ് ചെയ്തു ഓവറായിട്ട്, അവരത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ് ദ സൊസൈറ്റി റെസ്പോൺസ് ദ വേ ഫോർവേഡ്. ഓക്കെ, സാമൂഹിക പ്രതികരണങ്ങൾ എങ്ങനെയാണ്, മുന്നോട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഇതിൽ പറയുന്നത് കേട്ടോ. സോ ഹ്യൂമൻ സൊസൈറ്റീസ് ഹാവ് ബീൻ ഓവർ യൂസിങ് എക്കോസിസ്റ്റം അല്ലെ, ആവാസ വ്യവസ്ഥയെ അമിതമായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്താണ് ഓൾട്ടറിങ് എൻവയോൺമെന്റ്സ്, പരിസ്ഥിതിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ട്രാൻസ്ഫോംസ് ഇൻ ടു സീരിയസ് എക്കോളജിക്കൽ പ്രോബ്ലംസ് ഓവർ ടൈം. ഇത് എന്താണ് ഒരുപാട് കാലം മാറുംതോറും ഒരുപാട് എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാണ്. അപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർവെൻഷൻ അറ്റ് 2 ലെവൽസ് റിക്വയർ ആണ് അല്ലെ. ഈ പ്രശ്നങ്ങൾ 2 തലങ്ങളിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ ഒരു ഇന്റർവെൻഷൻ, ഒരു ഇടപെടലുകളൊക്കെ ആവശ്യമാണ്. അപ്പം തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഐഡിയാസ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഈ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഇഷ്യൂസിന് പറയുകയാണെങ്കിൽ അറ്റ് ദ കൺസെപ്ച്വൽ ലെവൽ എൻവയോൺമെന്റലിസ്റ്റുകൾ include scientists and sociologists have developed various theoretical frameworks to explain environmental issues. ആശയപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സയന്റിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ഒക്കെ പരിസ്ഥിതി അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റലിസ്റ്റുകളൊക്കെ എന്താണ് പരിസ്ഥിതി പ്രശ്നങ്ങളെ വിശദീകരിക്കുന്നതിന് വിവിധ
തിയററ്റിക്കൽ ആയിട്ടുള്ള ഫ്രെയിംവർക്കുകളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൺസർവേഷനിസം ആൻഡ് പ്രിസർവേഷനിസം അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞു എൻവിറോൺമെന്റലിസ്റ്റുകൾ കൺസർവേഷനിസ്റ്റുകളും പ്രിസർവേഷനിസ്റ്റുകളാണ്. അപ്പൊ ഇവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? അഡ്വക്കേറ്റ് ഫോർ സസ്റ്റൈനബിൾ റിസോഴ്സസ് യൂസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ്. സുസ്ഥിരമായിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കാനും പ്രകൃതിയെ പരിസ്ഥിതി വ്യവസ്ഥകളെയൊക്കെ സംരക്ഷിക്കാനുമാണ് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷനിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ന്യൂ എക്കോളജിക്കൽ പാരഡിഗം NEPs അല്ലെ, ഇവരെന്താ പറയുന്നത്? മനുഷ്യര് പ്രകൃതിയുടെ ഭാഗമാണെന്നും എൻവയോൺമെന്റൽ ആയിട്ടുള്ള വ്യവസ്ഥകളെ ആശ്രയിക്കുന്നുവെന്നും ആണ് ഈ ഒരു ന്യൂ എക്കോളജിക്കൽ പാരഡിയം പറയുന്നത് കേട്ടോ. ഹ്യൂമൻ എക്സംഷണലിസം പാരഡിയം HEP പറയുന്നത് അസ്യൂംസ് ദാറ്റ് മനുഷ്യന്റെ ഒരു ഇൻഡിക്യൂറ്റി ക്യാൻ ഓവർകം എൻവയോൺമെന്റൽ ലിമിറ്റേഷൻസ്. ഇൻഡിക്കേറ്റ് എന്താണ്? ഈ ഒരു എൻവയോൺമെന്റിന്റെ ലിമിറ്റേഷൻസിനെ മറികടക്കാൻ സാധിക്കും എന്നാണ് ഹ്യൂമൻ എക്സംഷണലിസ്റ്റ് പാരഡിയം പറയുന്നത്. ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ. ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വ്യവസായിക വളർച്ചയും അതുപോലെ പാരിസ്ഥിതികമായിട്ട് വരുന്ന ഗ്രോത്തിനെയാണ്, അതിന്റെ രണ്ടിന്റെയും ഒരു സസ്റ്റൈനബിലിറ്റിയാണ് ഈ ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എടുത്ത് കാണിക്കുന്നത്. ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ ആൻഡ് റിഫ്ലെക്സീവ് മോഡേണൈസേഷൻസ് പറയുന്നത് ഈ ഒരു ടെക്നോളജിയുടെയും അതുപോലെ ഇൻഡസ്ട്രിയൽ റിഫോംസിന്റെ ഒക്കെ എക്കോളജിക്കൽ പ്രോബ്ലംസ്, ഈ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇക്കോളജിക്കൽ മോഡേണൈസേഷനും റിഫ്ലെക്സീവ് മോഡേണൈസേഷനും പറയുന്നത്. റിസ്ക് സൊസൈറ്റി തെസിസ് പറയുന്നത് എന്താണ്? ഈ ഒരു ആധുനികമായിട്ട് വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലുള്ള പ്രശ്നങ്ങള് അപകട സാധ്യതകള് സൃഷ്ടിക്കാൻ കാരണമാവുന്നതാണ് റിസ്ക് സൊസൈറ്റി തെസിസ് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ എക്കോളജി ആൻഡ് സോഷ്യൽ എക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് പവർ, പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ് ഇവർ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എൻവയോൺമെന്റൽ ജസ്റ്റിസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്? മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങള് ഈ ഒരു പാരിസ്ഥിതിക തകർച്ചകൾക്ക് ആനുപാതികമായിട്ട് എങ്ങനെ അവരെ ബാധിക്കുന്നുണ്ട് എന്നാണ് എൻവയോൺമെന്റൽ ജസ്റ്റിസ് കണക്കാക്കുന്നത്. ഡീപ് എക്കോളജി ആൻഡ് എക്കോ ഫെമിനിസ്റ്റ് അല്ലെ, ഇവര് കണക്കാക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഷിഫ്റ്റ് ഓഫ് ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്പ് ആണ്. അപ്പം മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടും അതിലൂടെ എന്താണ് ജെൻഡർ പെർസ്പെക്റ്റീവിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുമാണ് ഡീപ് എക്കോളജി ആൻഡ് എക്കോ ഫെമിനിസ്റ്റുകൾ കാണിക്കുന്നത്. ദെൻ എൻവയോൺമെന്റൽ ഓർ ഗ്രീൻ ക്രിമിനോളജി ആൻഡ് ക്രിട്ടിക്കൽ ആനിമൽ സ്റ്റഡീസ് എന്താണ്? പാരിസ്ഥിതികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെയും മനുഷ്യരല്ലാത്ത ജീവികളുടെയും അവകാശങ്ങളെയാണ് ഇവർ അഡ്രസ് ചെയ്യുന്നത്. റിയലിസം വേഴ്സസ് കൺസ്ട്രക്ഷനിസം വേഴ്സസ് കോ കൺസ്ട്രക്ഷനിസ്റ്റുകൾ എന്താണ്? ഈ ഒരു പാരിസ്ഥിതികമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ ഈ ഒരു യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നിർമ്മിച്ചതാണ് എന്നതിനെ കുറിച്ചൊക്കെ ഡിബേറ്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചില സൊസൈറ്റിന്ന് വരുന്ന റെസ്പോൺസുകൾ പല തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. നെക്സ്റ്റ് പ്രാക്ടിക്കൽ റെസ്പോൺസുകളാണ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ആൻഡ് ആക്ടിവിസം ആണ് പറയുന്നത്. ഇതിൽ ഒന്ന് രണ്ട് ചെറിയ പാർട്ട് കൂടെ ഉള്ളൂ കേട്ടോ. യൂണിറ്റ് കഴിയാറായി, ലോങ് ആയിട്ടുണ്ടെന്ന് അറിയാം. പ്രാക്ടിക്കൽ റെസ്പോൺസസ് എന്ന് പറഞ്ഞാല് ബിയോണ്ട് തിയറി എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഹാവ് എമർജ്ഡ് ഗ്ലോബലി ആൻഡ് ലോക്കലി ടു അഡ്രസ് എക്കോളജിക്കൽ കൺസേൺസ്. തിയറിക്ക് അപ്പുറം ഈ ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിലും പ്രാദേശികമായിട്ടുള്ള തലത്തിലൊക്കെ പല മൂവ്മെന്റ്സും നടന്നു വന്നിട്ടുണ്ട്. ഗ്ലോബൽ ആയിട്ട് വരുന്ന മൂവ്മെന്റ്സ് ആണ് സിയറ ക്ലബ്, US-ലുള്ള സിയറ ക്ലബാണ് കൺസർവേഷൻ, റിന്യൂവബിൾ എനർജി ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ, സംരക്ഷിക്കാനും ഈ ഊർജ്ജങ്ങളെ പുനരുപയോഗിക്കാനും കാലാവസ്ഥാ പ്രവർത്തനങ്ങളൊക്കെ വേണ്ടിയിട്ടായിരുന്നു, ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സിയറ ക്ലബ്ബ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാല് അല്ലെ ഒരു സമാധാനം കൊണ്ടുവരാൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ്. റീഫോറസ്റ്റേഷനും പൊല്യൂഷനും ഗ്ലോബൽ വാർമിങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ്. എർത്ത് ഹവർ അല്ലെ, എർത്ത് ഹവർ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ആണ്. എൻകറേജിംഗ് റെഡ്യൂസ്ഡ് എനർജി കൺസംഷൻ ടു കോമ്പാക്ട് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്തു നിൽക്കുന്നതിന് കുറഞ്ഞ ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിക്കുന്നതിനുള്ള ഒരു ആഗോള സംരംഭമാണ് എർത്ത് ഹവർ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ആഗോള തലത്തിൽ വരുന്നിട്ടുള്ള മൂവ്മെന്റ്സ്. നെക്സ്റ്റ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ചില മൂവ്മെന്റ്സ് ആണ് ചിപ്കോ മൂവ്മെന്റ്. ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് തന്നെ ഉണ്ട് കേട്ടോ.
ചിപ്കോ മൂവ്മെന്റ് 1970s ഒരു വനനശീകരണം തടയാൻ ഗ്രാമവാസികള് മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിന്നിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ഇതിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഇയറിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടർന്ന് വരുന്ന യൂണിയനും ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചിപ്കോ മൂവ്മെന്റ്. ദെൻ നർമ്മദ ബച്ചോ ആന്തോളൻ അല്ലെ, ഇതെന്താണ്, അണക്കെട്ട് നിർമ്മാണം മൂലം സമൂഹങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ദെൻ സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ് 1970s to 80s നടന്നതാണ്. ജൈവ വൈവിധ്യങ്ങളെ, ഈ ഒരു ബയോഡൈവേഴ്സിറ്റീസിനെയൊക്കെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ, ഒരു കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെയൊക്കെ എതിർത്തുകൊണ്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. ദെൻ ആപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിപ്കോയിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടുണ്ട്. കർണാടകയിൽ അടിസ്ഥാനമായിട്ട് വന സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് സിമിലർ ആയിട്ട് അതിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടുണ്ട്. കർണാടക ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ദെൻ ആന്റി മൈനിങ് ആൻഡ് ആന്റി GM ക്രോപ്പ് മൂവ്മെന്റ് ആണ്. ഇത് എന്താണ്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെയും അതുപോലെ കോസ്റ്റഡ് ബൈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിലെ ഈ ഒരു വർദ്ധിച്ചിരിക്കുന്ന വ്യവസായങ്ങളെയും അതിലൂടെ വരുന്ന ജനിതക മാറ്റം വരുത്തിയ വിളകൾ മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക തകർച്ചയെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്ന മൂവ്മെന്റ് ആണ് ആന്റി മൈനിങ് ആൻഡ് ആന്റി GM ക്രോപ്പ് മൂവ്മെന്റ് കേട്ടോ. ഓക്കെ, അപ്പം ലാസ്റ്റ് ടോപ്പിക് ആണ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ ഐഡിയാസ് ആൻഡ് ആക്ഷൻസ്. അപ്പൊ ഈ ആശയങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ എങ്ങനെയാണ്, ഒരു പരസ്പര ബന്ധം എന്ന് പറഞ്ഞാല് ഈ ഒരു തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. പവർ, പൊളിറ്റിക്സ്, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റുകളൊക്കെ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആർ അണ്ടർസ്റ്റുഡ് ആൻഡ് ടാക്കിൾഡ്. എങ്ങനെയാണ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതെന്നും അത് കൈകാര്യം ചെയ്യുന്നതും എന്നുള്ളതൊക്കെ ഈ രാഷ്ട്രീയം, സാമൂഹികം, ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ പോലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡൈനാമിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈസ് സെൻട്രൽ ടു എൻവയോൺമെന്റൽ സോഷ്യോളജി, a discipline that studies how societies perceive and respond